വിസ്മയ സ്നേഹം എന്നാത്മാവിലാനന്ദം ജീവനെ നൽകിയ സ്നേഹം എൻ ജീവന്റെ ആധാരം എൻ ജീവന്റെ ആധാരം ക്രൂശിൽ എന്നേശുവൻ യാഗം പാപത്തിൻ മോചനം ക്രൂശിൽ എന്നേശുവൻ ത്യാഗം എന്നാത്മാവിൻ സാന്ത്വനം എന്നാത്മാവിൻ സാന്ത്വനം നീയാണെൻ ഉള്ളിലെ ഗാനം നീയാണെൻ നാവിലെ ഗീതം നീ താനെ എന്നുമെന്നാശ നിൻ മുൻപിൽ വണങ്ങുന്നു നിൻ മുൻപിൽ വണങ്ങുന്നു You are the one we adore. You give the healing and grace. Our hearts always hunger for. Our hearts always hunger for. You are the one that we praise. You are the one we adore. You give the healing and grace. Our hearts always hunger for. Our hearts always hunger. Our hearts always hunger നാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ഓൺലൈൻ മീറ്റിംഗിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ 18-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. നമ്മുടെ കർത്താവ് ആദ്യൻ മാത്രമല്ല, നമ്മുടെ കർത്താവ് അന്ത്യനും കൂടെയാണ്. ഹല്ലേലൂയ. യെശയ്യാ 46 നമ്മൾ വായിക്കുന്നു: ആരംഭത്തിങ്കൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു. എൻ്റെ ആലോചന നിവൃത്തിയാകും. ഞാൻ എൻ്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കും എന്ന് ഞാൻ പറയുന്നു. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ്, ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ കർത്താവിൻ്റെ കയ്യിൽ മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ നമ്മുടെ കർത്താവിൻ്റെ കൈവശമുണ്ട്. നമ്മുടെ കർത്താവ് മരണത്തെ ജയിച്ചവനാ, ജീവനോട് ഉയർത്തെഴുന്നേറ്റവനാ. ആ നല്ല കർത്താവിനെ നമുക്ക് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. ഈ ആരാധനയിലേക്ക് ഒരിക്കൽ കൂടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ജീവനോടുയർന്നവനേ, അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. ജീവന്റെ ആധാരമേ, അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. ഹല്ലേലൂയ.
Hosanna, Hallelujah, Hosanna. യേശുവാം രക്ഷകനേ, അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. രാജാധിരാജാവേ, അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. യേശുവാം രക്ഷകനേ, അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. രാജാധിരാജാവേ, രാജാധിരാജാവേ, അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. ഹല്ലേലൂയ, ഹോസന, ഹല്ലേലൂയ, ഹോസന, ഹല്ലേലൂയ, ഹോസന, ഹല്ലേലൂയ, ഹോസന, ഹല്ലേലൂയ, ഹോസന. ഒരിക്കൽ കൂടി ഹല്ലേലൂയ, ഹോസന, ഹല്ലേലൂയ. ദൂതന്മാർ ആരാധിക്കുന്ന പരിശുദ്ധനെ. ഓ ഹല്ലേലൂയ, ഹോസന, ഹല്ലേലൂയ, ഹോസന. ഒരിക്കൽ കൂടി ഹല്ലേലൂയ, ഹോസന. We bless you, Lord. Hallelujah. We glorify your holy name. Hallelujah, Hosanna. Hallelujah, Hosanna. ജിന്നത്തെ ജയിച്ചവൻ, മരണത്തെ ജയിച്ചവൻ, അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. പാതാളം ജയിച്ചവൻ, ആ ദൈവത്തെ ആരാധിക്കുന്നത് വാഴ്ത്തി സ്തുതി. ദൂതന്മാർ ആരാധിക്കുന്ന പരിശുദ്ധനായവൻ. ഓ മരണത്തെ ജയിച്ചവനേ, അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. പാതാളം ജയിച്ച മറ്റാരുമില്ല. അങ്ങേ വാഴ്ത്തി മരണത്തെ ജയിച്ചവനാ മറ്റാരുമില്ല. ഒരുമിച്ച് പാടാം. ഹല്ലേലൂയ, ഹോസന, ഹല്ലേലൂയ, 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 ഹോസന, ഹല്ലേലൂയ, ഹോസന. ഓ ഹല്ലേലൂയ, ഹോസന, ഹല്ലേലൂയ. Holy are you, Lord God mighty. Worthy is the Lamb, worthy is the Lamb. Holy, holy are you, Lord God Almighty, Almighty. Worthy is the Lamb, worthy is the Lamb. Hallelujah, hallelujah, hallelujah. For our Lord God Almighty reign on God. Hallelujah, hallelujah. Worship Him, worship Him. Holy, holy are you, Lord God
is the Lamb, worthy is the Lamb. Holy, holy are you, Lord God. Are you, Lord? You are holy. You are almighty. Worthy is the Lamb who was slain. Is the Lamb. Worthy is the Lamb. സ്തുതിക്കാം ഹല്ലേലൂയ പാടി, ഓർത്തിടാം വല്ലഭനു പാടി. സ്തുതിക്കാം ഹല്ലേലൂയ പാടി, ഓർത്തിടാം വല്ലഭനു പാടി. മഹത്വമേ ദൈവ മഹത്വമേ, യേശുരാജനം എന്നെന്നുമേ. ഹല്ലേലൂയ മഹത്വമേ ദൈവ മഹത്വമേ, യേശുരാജനം എന്നെന്നുമേ. സ്തുതിക്കാം ഹല്ലേലൂയ പാടി, ആർപ്പിടാം വല്ലഭനു പാടാം. സ്തുതിക്കാം ഹല്ലേലൂയ പാടി, ആർപ്പിടാം ആർപ്പിടാം വല്ലഭനു പാടി. മഹത്വം മഹത്വമേ ദൈവ മഹത്വമേ, യേശുരാജനം എന്നെന്നുമേ. ഹല്ലേലൂയ മഹത്വമേ ദൈവ മഹത്വം. ആലയത്തിലുള്ള സകലം പറഞ്ഞു എന്നെന്നും. വീണ്ടെടുപ്പിൻ വില തന്ന, വീണ്ടെടുപ്പിൻ വില തന്ന ദൈവം, ദൈവം തന്നെ അവൻ യാഗമായി നൽകി നൽകി. വീണ്ടെടുപ്പിൻ വില തന്ന ദൈവം, ദൈവം തന്നെ അവൻ യാഗമായി നൽകി നൽകി. അത്ഭുതങ്ങൾ ചെയ്യും സർവവല്ലഭൻ, സങ്കേതമവനല്ലയോ. അത്ഭുതങ്ങൾ ചെയ്യും സർവവല്ലഭൻ, സങ്കേതമവനല്ലയോ. അത്ഭുതങ്ങൾ അത്ഭുതങ്ങൾ ചെയ്യും സർവവല്ലഭൻ, സങ്കേതമവനല്ലയോ. സ്തുതിക്കാം ഹല്ലേലൂയ സന്തോഷത്തോടെ, ആർപ്പിടാം വല്ലഭനു പാടി. ആർപ്പിടാം സ്തുതിക്കാം ഹല്ലേലൂയ പാടി, ആർപ്പിടാം ആർപ്പിടാം വല്ലഭനു പാടി. മഹത്വമേ ദൈവ മഹത്വമേ, യേശുരാജനം എന്നെന്നുമേ. ഹല്ലേലൂയ മഹത്വമേ ദൈവ മഹത്വമേ, യേശുരാജനം എന്നെന്നുമേ. വിളിക്കുമ്പോൾ ഉത്തരമരുളും, രക്ഷിപ്പാനായോടിത്തും ദൈവം ഓടിയെത്തും. വിളിക്കുമ്പോൾ ഉത്തരമരുളും, രക്ഷിപ്പാനായോടിയെത്തും ദൈവം, ദൈവം. സിംഹത്തിൻ മീതെ നടന്നിടുമേ ഞാൻ, സർപ്പങ്ങളെ ഭേദിച്ചിടുമേ. സിംഹത്തിൻ മീതെ നടന്നിടുമേ ഞാൻ, സർപ്പങ്ങളെ ഭേദിച്ചിടുമേ. സിംഹത്തിൻ മീതെ നടന്നിടുമേ, സർപ്പങ്ങളെ ഭേദിച്ചിടുമേ. സ്തുതിക്കാം പാടി, ആർപ്പിടാം ആർപ്പിടാം വല്ലഭ. ആർപ്പ് അവർ ആർപ്പിട്ടു. സ്തുതിക്കാം ഹല്ലേലൂയ പാടി, ആർപ്പിടാം ആർപ്പിടാം വല്ലഭനു പാടി. ഓ മഹത്വമേ ദൈവ മഹത്വമേ, വർണ്ണിക്കാൻ കഴിയാത്ത മഹത്വം. ഹല്ലേലൂയ മഹത്വമേ ദൈവ മഹത്വമേ, യേശുരാജനം എന്നെന്നുമേ. വാസമൊരുക്കിടാൻ പോയ നാഥൻ, നാഥൻ മേഘയാലും ഭീതിയിലേക്കും. ഒരു ദിവസമുണ്ട്, വാസമൊരുക്കിടാൻ പോയ നാഥൻ വീണ്ടും വരും. മേഘയാലും ഭീതിയിലേക്കും ഒരു ദിവസം വരും. എന്ത് സന്തോഷം പൊന്നു കാന്തനെ നേരിൽ ഞാൻ കാണും നേരം. എന്ത് സന്തോഷം, എന്ത് സന്തോഷം പൊന്നു കാന്തനെ നേരിൽ ഞാൻ കാണും നേരം.
എന്തു സന്തോഷം പൊന്നു കാന്തനെ ഞാൻ കാണും നേരം. സ്തുതിക്കാം ഹല്ലേലൂയ പാടി, ആർപ്പിടം വല്ലഭനു പാടി. സ്തുതിക്കാം ഹല്ലേലൂയ പാടി, സ്തുതിക്കാം ഒരുമിച്ച്. ആർപ്പിടം വല്ലഭനു പാടി. മഹത്വമേ ദൈവ മഹത്വമേ, ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വമേ മഹത്വമേ യേശുരാജന് എൻ മഹത്വം. ആലയത്തിലുള്ള സകലം പറഞ്ഞു മഹത്വമേ ദൈവം, ദൈവത്തിന്റെ മഹത്വം ആലയത്തിനുള്ളിൽ. ഓ യെസ് ലോർഡ്, ഹല്ലേലൂയ. മഹത്വമേ ദൈവ മഹത്വമേ യേശുരാജൻ എന്നെന്നും നീ. കർത്താവ് നമ്മളെ ബലപ്പെടുത്തട്ടെ. ഇന്നെല്ലാവരും കർത്താവിൽ പ്രത്യാശയുള്ളവരായിരിക്കാൻ, കർത്താവിൽ സന്തോഷമുള്ളവരായിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു നല്ല ദൈവത്തെ ആരാധിക്കുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ വൃഥാവായിട്ട് ദൈവം നമ്മളെ മടക്കി അയക്കുകയില്ല. നമ്മളെ നിറച്ച് തന്നെ മടക്കി അയക്കുന്ന ദൈവത്തെ ആരാധിക്കുന്നത്. ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഒരു പ്രത്യാശ നൽകുവാൻ, പ്രത്യാശ ഇല്ലാതിരിക്കുന്നുണ്ടെങ്കിൽ ആ പ്രത്യാശയെ വർദ്ധിപ്പിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. പ്രത്യാശ ഉള്ളവരാണെങ്കിൽ ആ പ്രത്യാശ അത് പൂർണ്ണതയുള്ളവരായിത്തീരുവാൻ ആണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഹെബ്രായക്കാർക്ക് ഈ ലേഖനം അതിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ പറയുന്നു, ഓരോരുത്തരും പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിക്കുവാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഹെബ്രായക്കാർക്ക് ഈ ലേഖനത്തിൽ ലേഖനകർത്താവ് പറയുന്നു, അദ്ദേഹത്തിൻ്റെ ആഗ്രഹം മാത്രമല്ല, അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നൊരു കാര്യമാണ്. നമ്മളെല്ലാവരും പ്രത്യാശയുള്ളവരായിരിക്കാൻ, ഓരോരുത്തരും പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിക്കുവാൻ അവസാനത്തോളം അത് പ്രാപിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ പലപ്പോഴും നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവങ്ങൾ നമുക്ക് വരും. ചുറ്റുവട്ടമുള്ള ചിലരുടെ സംസാരം മുഖാന്തരമായിരിക്കും, ഒരു പക്ഷേ നേരിടുന്ന പ്രതികൂലങ്ങൾ നിമിത്തമായിരിക്കാം. അങ്ങനെ പല വിഷയങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ പലപ്പോഴും നമ്മൾ മ്ലാനവരായിത്തീരും, നിരാശ ജീവിതത്തിലേക്ക് കടന്നു വരും. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ പ്രത്യാശയുള്ളവരായിരിക്കണമെന്നാണ്. സകലതും നഷ്ടപ്പെട്ടാലും പ്രത്യാശ ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. എന്നാൽ എല്ലാം ഉണ്ടെങ്കിലും പ്രത്യാശയില്ലെങ്കിൽ സ്തോത്രം നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ദൈവം പറയുന്നത് പ്രത്യാശയുള്ളവരായിരിക്കുക. വിശ്വാസം വേണമെങ്കിൽ ഇന്ന് അതിന് കൂടെ പ്രത്യാശയും കൂടെ വേണം. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, താൻ ഇഹലോകം വിട്ട് സ്വർഗപിതാവിൻ്റെ അടുക്കിലേക്ക് കടന്നു പോകുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിക്കുക, പിതാവിൽ വിശ്വസിക്കുക, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു സ്ഥലം ഒരുക്കിയിട്ട് മടങ്ങി വരും. അപ്പോൾ അവരുടെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോവുകയായിരുന്നു. കർത്താവ് അവരെ വിട്ടുപോവുകയാണല്ലോ എന്ന് ഓർത്തപ്പോൾ. ഇത് പലരും അവിടെ കൂടെ നിന്നവർ ഒരു പക്ഷേ എപ്പോഴും ഉണ്ടായിരിക്കണമെന്നില്ല. ചിലതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ട അനുഭവത്തിലായിരിക്കാം. ഒരു പക്ഷേ കരകയറാൻ കഴിയാത്ത ഒരു സാമ്പത്തിക ക്ലേശത്തിലായിരിക്കാം. ഒരു പക്ഷേ രോഗത്തിൻ്റേതായ വിഷയങ്ങളായിരിക്കും. എന്തുമാകട്ടെ, എന്ത് വിഷയത്തിന് മുമ്പിലാണെങ്കിലും ദൈവം ആഗ്രഹിക്കുന്നത് പ്രത്യാശ ഒരിക്കലും കൈവിടരുത്. ശത്രുവിൻ്റെ പദ്ധതി നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശ കളയുവാനാണ്. യേശുക്രിസ്തുവിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ആ കർത്താവ് ചതഞ്ഞ ഓടയെ ഓടിക്കാത്തവനാണ്, പുകയുന്ന തിരിയെ കെടുത്താത്തവനാണ്. ഇത് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ പ്രത്യാശ ഒരു തിരുനാളം പോലെ കത്തി ജ്വലിക്കേണ്ടടുത്ത് അത് കത്തി അമരുമ്പോൾ അതിൻ്റെ അവസാനത്തെ ആ തീയും കെട്ടുപോകുവാനിടയാകുമ്പോൾ അതിനെ ഊതിക്കത്തിക്കുന്നവനാണ് കർത്താവായ യേശുക്രിസ്തു. അതുകൊണ്ടാണ് ചതഞ്ഞ ഓടെ അവൻ ഒടിക്കുകയില്ല, പുകയുന്ന തിരി അവൻ കെടുത്തുകയില്ല. നമുക്കിന്ന് പ്രത്യാശ നൽകുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഈ കൂട്ടായ്മകളൊക്കെ ആ പ്രത്യാശ വർദ്ധിക്കുവാൻ തക്കവണ്ണം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നോക്കുക, അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അബ്രഹാമിൻ്റെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോയി. ദൈവം അത് മനസ്സിലാക്കിയപ്പോൾ ഉൽപ്പത്തി പുസ്തകം 15 ദൈവം ഇറങ്ങി വന്ന് അബ്രഹാമിനെ ബലപ്പെടുത്തുകയാണ്. അവിടെ പറയാൻ, അബ്രഹാമേ ഭയപ്പെടേണ്ട, നിൻ്റെ പരിചയം നിൻ്റെ അതിമഹത്തായ പ്രതിഫലവും ഞാനാകുന്നു. ദൈവം അബ്രഹാമിനെ ആശ്വസിപ്പിക്കുകയാണ്. അബ്രഹാമേ നിൻ്റെ കൂടെ ആരുമില്ലേ? അബ്രഹാമിന് ഒരുപക്ഷെ
ഒരു യുദ്ധത്തിന് ശേഷമായിരുന്നു എബ്രഹാമിനോട് ദൈവം സംസാരിക്കുന്നു. തൻ്റെ ജീവന് പോലും അപായം വരുമെന്ന് ചിന്തിച്ചപ്പോൾ എബ്രഹാമിനോട് ദൈവം പറയുകയാണ്, എബ്രഹാമെ ഭയപ്പെടേണ്ട, നിനക്കുള്ള പ്രതിഫലം ഞാൻ കരുതിയിട്ടുണ്ട്. അപ്പോൾ എബ്രഹാം പറയുന്നൊരു കാര്യമുണ്ട് കേട്ടോ. എബ്രഹാം ചോദിക്കുക, നീ എനിക്ക് എന്ത് തരും? ഞാൻ മക്കളില്ലാത്തവനായി കുറേ നാളായിട്ട്, കുറച്ച് വർഷങ്ങളായിട്ട് നടക്കുകയാണ്. എനിക്ക് മക്കളെ തരാമെന്ന് നീ വാഗ്ദത്തം ചെയ്തതാണ്. ഒരു വാഗ്ദത്തം ജീവിതത്തിൻ്റെ മേൽ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, ദൈവിക പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രത്യാശ പലപ്പോഴും നഷ്ടപ്പെട്ടു പോകും. ഇനിയിപ്പോൾ അത് നടക്കത്തില്ല, ഇത് ചുമ്മാ പറഞ്ഞതാണെന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷേ എബ്രഹാമിനോട് ദൈവം പറഞ്ഞു, എബ്രഹാമെ കൈ പിടിച്ച് എബ്രഹാമിനെ പുറത്ത് കൊണ്ടുപോയിട്ട് ദൂരോട്ട് നോക്കി ആകാശത്തോട്ട് നോക്കാൻ പറഞ്ഞു. നക്ഷത്രങ്ങൾ എണ്ണാൻ കഴിയുമെങ്കിൽ എണ്ണ്. അവിടെ തിരുവചനം പറയുന്നു, സർവശക്തനായ ദൈവത്തിൽ എബ്രഹാം വിശ്വസിച്ചു. ഒരു പ്രത്യാശ ഉള്ളിൽ വന്നപ്പോഴാണ് വിശ്വാസം ഉള്ളിൽ കത്താൻ തുടങ്ങിയത്. അത് നീതിയായ ദൈവം കണക്കിട്ടു. അപ്പോൾ ജീവിതത്തിൻ്റേതായ മണ്ഡലങ്ങളിൽ പ്രത്യാശ വന്നുവെങ്കിലും പിന്നീട് നമ്മൾ കാണുന്ന എബ്രഹാം കുറച്ച് കഴിഞ്ഞ് പ്രത്യാശ പോയി. സാറായുടെ പ്രത്യാശ പോയി. അത് മുഖാന്തരം ഒരു മാനുഷിക പദ്ധതിക്കുള്ളിൽ എബ്രഹാമായി തീർന്നപ്പോൾ ഒരു ഇശ്മായേൽ ജനിച്ചു. അപ്പോൾ എബ്രഹാം പലപ്പോഴും ദൈവശബ്ദം പിന്നീട് ചില വർഷങ്ങൾ കേട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. അല്പം കഴിഞ്ഞപ്പോൾ എബ്രഹാമിന് സാറായിലുള്ള പ്രത്യാശ നഷ്ടപ്പെട്ടു. പക്ഷേ ദൈവത്തിന് ആ പ്രത്യാശ നഷ്ടപ്പെട്ടു പോയിട്ടില്ലായിരുന്നു കേട്ടോ. സ്തോത്രം. നമ്മളിലുള്ള പ്രത്യാശ കർത്താവിനെ നഷ്ടപ്പെടത്തില്ല. ഇന്ന് നമ്മളിൽ ദൈവം ചില പ്രത്യാശകൾ കണ്ടിട്ടുണ്ട്. നമ്മളിലൂടെ ചിലത് കർത്താവ് കണ്ടിട്ടുണ്ട്. അത് കർത്താവ് ചെയ്തെടുക്കാൻ ഇടയാകും. വിശ്വസിക്കുന്നുവെങ്കിൽ വിശ്വാസം വേണം. എൻ്റെ ജീവിതത്തിൻ്റെ മേലുള്ള ദൈവിക പ്രവൃത്തികൾ എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടും. സമയം എത്ര കഴിഞ്ഞെന്ന് പറഞ്ഞാലും, ശത്രു എത്ര ശ്രമിച്ചെന്ന് പറഞ്ഞാലും അത് ജയമെടുക്കുവാൻ ദൈവം സമ്മതിക്കത്തില്ല. അവിടെ എബ്രഹാം പറയുന്നൊരു കാര്യമുണ്ട്, ഇസ്മായേൽ നിൻ്റെ മുമ്പാകെ ജീവിച്ചിരുന്നാൽ മതിയെന്ന് എബ്രഹാം ദൈവത്തോട് പറഞ്ഞു. സാറായിലൂടെ മകനെ തരാമെന്ന് പറഞ്ഞു. പക്ഷേ നടക്കും തോന്നില്ല. കാരണം ഏകദേശം 100 വയസ്സാകാൻ പോകുന്നു. സാറായുടെ ഗർഭപാത്രം നിർജീവമായി. ഇനിയിപ്പോൾ അത് നടക്കത്തില്ല. ദൈവം പറഞ്ഞത് നടക്കത്തില്ലെന്ന് ആ പ്രത്യാശ നഷ്ടപ്പെട്ടപ്പോൾ ദൈവം പറഞ്ഞു, ഇല്ല, അടുത്ത വാക്യം പറയുമ്പോൾ പറഞ്ഞു, നിന്റെ ഭാര്യയായ സാറായിൽ തന്നെ നിനക്കൊരു മകൻ പ്രസവിക്കും, അവന് ഇസ്ഹാക്ക് എന്ന പേര് പോലും ദൈവം കൊടുത്തു. അപ്പോൾ അവിടെ ദൈവത്തിൻ്റെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോയില്ല. വീണ്ടും വിശ്വസിക്കാൻ തയ്യാറായ എബ്രഹാമിൻ്റെ ജീവിതത്തിലേക്ക് ആ പ്രത്യാശ ദൈവം മടക്കി കൊടുത്തുകൊണ്ട് വീണ്ടും ഒരു അത്ഭുതം കർത്താവ് ചെയ്തു. അവൻ ശക്തനെ നെണ്ണിയതുകൊണ്ട്, അവൻ വിശ്വസ്തനെന്ന് അറിഞ്ഞതുകൊണ്ട്, സ്തോത്രം, പുത്രോത്പാദനത്തിനുള്ള ശക്തിയെ അതേ സാറാ പ്രാപിച്ചു. പ്രത്യാശ വീണ്ടും ആ കുടുംബത്തിനകത്തേക്ക് കടന്നു വരികയാണ്. ഇന്ന് പ്രത്യാശയില്ലാതിരിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് വിശ്വാസത്തോടെ പറയണം, പ്രത്യാശയോടെ പറയണം, എൻ്റെ ദൈവം സമയം എത്ര കഴിഞ്ഞാലും സകലതും തീർന്നു, സകലതും അസ്തമിച്ചു. സ്തോത്രം. ഇനിയിപ്പോൾ ഒരു ഉയർപ്പില്ല എന്ന് ചിന്തിക്കുമ്പോൾ 3-ാം ദിവസത്തിന് ശേഷവും ആമേൻ നാറ്റം വെച്ചുവെന്ന് പലരും പറഞ്ഞുവെന്ന മണ്ഡലത്തിൽ ആ പ്രത്യാശ അനാഥരായ ഒരു കുടുംബത്തിന് മടക്കി കൊടുത്ത യേശുവുണ്ട്. ആ യേശു നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. വിശ്വാസത്തെ എത്ര പേരെന്ന് പറയാൻ തയ്യാറാകും. എൻ്റെ കർത്താവ് സ്തോത്രം, ഇന്ന് വരെ നടക്കാത്ത ചിലത്, ഇന്ന് വരെ ചെയ്യാത്ത ചിലത് എൻ്റെ ജീവിതത്തിൽ ചെയ്യുവാൻ ആ ദൈവം സർവശക്തനാണ്. മോശ ചിന്തിച്ചത് താൻ ശ്രേഷ്ഠനായ ആ ഒരു വ്യക്തിയാണ്, ഉന്നതനായ വ്യക്തിയാണ്. ഒരു സ്വയം ഒരു പര്യാപ്തത മോശയ്ക്ക് തോന്നിയിരുന്നു. അതുകൊണ്ടാണ് മോശ തൻ്റെ കരങ്ങൾ കൊണ്ട് മിസ്രൈമിൽ നിന്ന് ഇസ്രായേലിനെ വിടിവിക്കാൻ നോക്കിയത്. പക്ഷേ 40 വയസ്സിന് ശേഷം വീണ്ടും 40 വർഷത്തോളം ഒരു അനുഭവത്തിലായിരുന്നപ്പോൾ, ഒരു ഏകാന്ത അനുഭവത്തിലായിരുന്നപ്പോൾ അവിടെ എല്ലാ പ്രത്യാശയും ഒരു പക്ഷേ നഷ്ടപ്പെട്ടു പോയി കാണും. അതിൻ്റെ 40 വർഷത്തിന് ശേഷം ഹോരേബിൻ്റെ അറ്റത്ത് ചെല്ലുമ്പോൾ ദൈവം വന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, അബ്രഹാമേ, ഞാൻ നിന്നിലൂടെ ഒരു പ്രവൃത്തി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അവിടെ പറയാം, നീ ഇസ്രായേൽ മക്കളെ പുറപ്പെടുവിക്കണം. അപ്പോൾ മോശയോട് ദൈവം പറഞ്ഞു, നീ ഇന്ന കാര്യങ്ങൾ ചെയ്യണം. നീ അവിടെ പോയി ഫറവോനോട് സംസാരിക്കണം. നിൻ്റെ വടിയിൽ അധികാരത്തിൻ്റെ വടി ഞാൻ തരികയാണ്. അനവധി കാര്യങ്ങൾ ചെയ്യണമെന്ന് മോശയോട് പറഞ്ഞിട്ട് എല്ലാം മോശ കേട്ടു. പക്ഷേ മോശയുടെ ഉള്ളിൽ പ്രത്യാശ നഷ്ടപ്പെട്ടു ഏകദേശം പോയിരുന്നു. അതുകൊണ്ട് മോശ പറഞ്ഞു, ഇതൊക്കെ ചെയ്യാൻ എന്നെക്കൊണ്ട് കപ്പാസിറ്റി ഇല്ല, എന്നെക്കൊണ്ട് കഴിവില്ല. സ്വന്തം കഴിവിൽ ആശ്രയിച്ച മോശ വീണ്ടും സ്വന്തം കഴിവിൽ ആശ്രയിക്കാൻ ശ്രമിക്കുമ്പോൾ ദൈവം പറഞ്ഞു, മോശേ, നിൻ്റെ പ്രത്യാശ ഒരിക്കലും അസ്തമിക്കുവാൻ ഞാൻ സമ്മതിക്കത്തില്ല. നിനക്ക് ശക്തി നൽകുന്നവൻ ഞാനാണ്. നിന്നെക്കൊണ്ട് നിൻ്റെ നാവ്, ഞാൻ തടിച്ച നാവുള്ളവനെന്ന്
മോശ പറയുന്നത്. ഇന്ന കാര്യങ്ങൾ ഫറവോനോട് പറയാൻ പറയുമ്പോൾ മോശ പറഞ്ഞു, എനിക്ക് അങ്ങനെയൊന്നും സംസാരിക്കാൻ സാധിക്കും തോന്നില്ല. കഴിഞ്ഞ 40 വർഷത്തോളം ഏകാന്തതയുടെ അനുഭവത്തിലായിരുന്നു, വാക്സാമർഥ്യമുള്ളവനായിരുന്നു. പക്ഷേ ദൈവം വീണ്ടും ഒരു പ്രത്യാശ നൽകി മോശയെ വീണ്ടും അയക്കുകയാണ്. ആമേൻ. ഇന്നും നമുക്ക് പ്രത്യാശ നൽകുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അതിനായിട്ട് അത്ര പേർ ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്യും. നമ്മുടെ ദൈവത്തിൻ്റെ സ്വഭാവം അതാണ്. നമുക്ക് പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. അവർ നിലവിളിയെ കേട്ടു, അവരുടെ കഷ്ടതയെ കണ്ടു, അവരുടെ ഹൃദയത്തിൻ്റെ അവസ്ഥകളെ ദൈവം അറിഞ്ഞു. അങ്ങനെ അറിഞ്ഞ് കേട്ട് കണ്ട് അവരുടെ ജീവിതത്തിൽ പ്രത്യാശ നൽകുവാൻ ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെ ആരാധിക്കുന്നത്. ആ ദൈവം സർവശക്തനാണ്. നീട്ടിപ്പൂജ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ മോശയിലൂടെ ദൈവം ഇസ്രായേൽ മക്കൾക്കൊരു പ്രത്യാശ കൊടുത്തുകൊണ്ട് അവർ വീണ്ടും പുറത്തു കൊണ്ടുവന്നെങ്കിൽ, ആ ദൈവീയ വാഗ്ദത്തം പൂർത്തീകരിച്ചുവെങ്കിൽ ഇന്ന് നമ്മൾ തകർന്നു പോകാൻ ദൈവം ഇടയാക്കത്തില്ല. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. 2 പേർ എമ്മാവൂസിലേക്ക് പോവുകയാണ്. അതെ, യെരൂശലേം വിട്ട് യെരൂശലേമിൽ താമസിക്കണം, യെരൂശലേമിൽ പാർക്കണമെന്ന് കർത്താവ് പറയുമ്പോൾ അവർക്ക് പ്രത്യാശ നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായത്തിൽ ക്ലെയോപ്പാവിൻ്റെ കാര്യം പറയുന്നുണ്ട്. അവർ തമ്മിൽ സംസാരിക്കും, രണ്ട് വ്യക്തികൾ തമ്മിൽ സംസാരിച്ചുകൊണ്ട് പോവുകയാണ്. അവർക്ക് പ്രത്യാശയില്ല, ഇരുട്ടിൻ്റെ അനുഭവത്തിലാണ്. അപ്പോൾ യേശു അവരുടെ കൂടെ നടന്നു. ഇവർ സംസാരിക്കുന്നത് കർത്താവ് കേട്ടു, ദൈവം അറിയുന്നു. നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ എന്താണെന്ന് ദൈവം അറിയുന്നു. ഇന്ന് വാടിയ മുഖത്തോടെയാണ് അവർ നിന്നതെന്നാണ് തിരുവചനം പറയുന്നത്. അവർ വാടിയ മുഖം വാടിപ്പോയി. സ്തോത്രം. ഇന്ന് മുഖം പാടുവാനല്ല, അവൻ്റെ മുഖത്തേക്ക് നോക്കുന്നവർ പ്രകാശിതരായി തീരും. അവരുടെ മുഖം ലജ്ജിപ്പാൻ ദൈവം സമ്മതിക്കത്തില്ല. എന്ന് വിശ്വാസത്തെ പറയണം, കർത്താവേ, അങ്ങയുടെ മുഖത്തേക്ക് നോക്കിയാണ് ഞാൻ ഇറങ്ങിയെങ്കിൽ ഈ ദിവസങ്ങളിൽ എൻ്റെ മുഖം അത് വാടിപ്പോകുവാനല്ല. ഈ ദിവസങ്ങളിൽ ഈ ദിവസങ്ങൾ ആ മുഖത്തേക്ക് നോക്കുന്നവരെ അവൻ പ്രകാശമാനമാക്കുന്ന ദൈവമുണ്ട്. ആ തിരുവചനം കർത്താവ് വചനം സംസാരിക്കാൻ തുടങ്ങി. വചനം സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അവൻ കേൾവിയാലാണ് വിശ്വാസം വരുന്നത്. അവിടെ യേശുവിനോട് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഇനിയിപ്പോൾ പ്രത്യാശയില്ല, നിനക്കൊന്നും അറിയത്തില്ല ഈ സംഭവം. അവർക്ക് മനസ്സിലായില്ല യേശുവാണ് കൂടെയുള്ളതെന്ന്. അവിടെ കർത്താവിനോട് പറയുകയാണ് അവിടെ നടന്ന കാര്യങ്ങൾ. യേശു വാക്കിലും പ്രവൃത്തിയിലുമൊക്കെ ശക്തിയുള്ള പ്രവാചകനായിരുന്നു. പക്ഷേ അവൻ ഞങ്ങളെ രക്ഷിക്കുമെന്ന് വിചാരിച്ചു, അവൻ ഇസ്രായേലിനെ വിടുവിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ സംഭവിച്ചൊക്കെ അതിന് വിപരീതമായിരുന്നു. ജീവിതത്തിൻ്റെ സംഭവിക്കുന്നത് വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് ജീവിതത്തിൽ സംഭവിക്കുന്നതെങ്കിൽ അതിന് മധ്യം വിശ്വാസത്തോടെ നിൽക്കാൻ തയ്യാറാണ്. ദൈവവചനം കർത്താവ് സംസാരിക്കാൻ തുടങ്ങി. യേശു ക്രിസ്തു ചെയ്ത ഒറ്റ കാര്യമുള്ളായത്, അവരോട് തിരുവചനം സംസാരിച്ചു. അവരോട് മോശം തുടങ്ങി. അവിടെ പറഞ്ഞിരിക്കുന്ന പ്രവാചകന്മാർ പറഞ്ഞ എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ അവിടെ കർത്താവ് മോശം തുടങ്ങി സകല പ്രവാചകന്മാരും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. യേശു ആരാണെന്ന് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. സത്യം അവർക്ക് മനസ്സിലായി. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സത്യം മനസ്സിലാകുമ്പോൾ പ്രത്യാശ തിരിച്ചു വരും. ഹല്ലേലൂയ. യേശു എന്തുകൊണ്ട് മരിച്ചു, യേശു ഉയർത്തു, എന്തുകൊണ്ട് ഉയർത്തു എന്ന് വ്യക്തമായി മനസ്സിലാക്കിയപ്പോൾ അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. യേശു അവരെ വിട്ട് പിന്നീട് പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ തിരുവചനത്തിൽ പറയുന്നുണ്ട്, അതിന് 32-ാം വാക്യത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. അവൻ വഴിയിൽ വെച്ച് നമ്മോട് സംസാരിച്ച തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. അതെ, അവരുടെ ഹൃദയം കത്താൻ തുടങ്ങി. ഹൃദയം തകർന്നിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ ഹൃദയത്തിൻ്റെ അവസ്ഥകളെ അറിഞ്ഞ് നമ്മളോട് ഇടപെടുന്ന, നമ്മളോട് വ്യക്തിപരമായി സംസാരിക്കുന്ന ദൈവമുണ്ട്. ആരും നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതെ, നമുക്ക് ജീവിതത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവിക പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ ആ പ്രത്യാശയിൽ നമുക്ക് ഈ ദിവസങ്ങളിൽ മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അതുകൊണ്ട് അവിടെ നമ്മൾ തുടങ്ങിയ ആ ഹെബ്രായക്കാർക്ക് ലേഖനം 6-ാം അധ്യായത്തിൽ തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ആ പ്രത്യാശ നമുക്ക് ആത്മാവിൻ്റെ ഒരു നങ്കൂരം തന്നെ, അത് നിശ്ചയവും സ്ഥിരവും തിരശ്ശീലയ്ക്കകത്തേക്ക് കടക്കുന്നതുമാകുന്നു എന്ന് പറഞ്ഞാൽ ആ ദൈവിക പ്രത്യാശ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മുടെ ആത്മാവിൻ്റെ നങ്കൂരമാണ്, നമ്മുടെ ആങ്കറാണ്. ഒരു കപ്പൽ എങ്ങനെ കാറ്റിൽ അത് പലപ്പോഴും ലക്ഷ്യം തെറ്റിപ്പോകാതിരിക്കാൻ തക്കവടയാക്കുന്നത് ആ നങ്കൂരമാണ്. നമ്മളെ പിടിച്ചു നിർത്തുന്നത് ആ നങ്കൂരമാണ്. അത് പ്രത്യാശയാണ്. നമുക്ക് പ്രത്യാശ ഈ ദിവസങ്ങളിൽ മുറുകെ പിടിക്കാം. അത് നമ്മളെ നിത്യതയോളം എത്തിക്കുന്നതാണ്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, തിരശ്ശീലയ്ക്കകത്തേക്ക് അത് കിടക്കുന്നതുമാകുന്നു. ദൈവത്തെ സാന്നിധ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് ആ പ്രത്യാശയാണ്. ഈ പ്രത്യാശ
നമുക്കൊരിക്കലും നഷ്ടപ്പെടുത്തുക. നമുക്ക് പ്രത്യാശയോടെ ആയിരിക്കാം, കർത്താവിന് വരവിന് വേണ്ടി പ്രത്യാശയോടെ ആയിരിക്കാം, ദൈവിക വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി പ്രത്യാശയോടെ ആയിരിക്കാം. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ കൂടെ നടന്ന് നമ്മളെ വഴി നടത്തുന്ന നല്ല ദൈവത്തെ ആരാധിക്കുന്നത്. അതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തോത്രം ഒരു പാട്ട് പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. സ്തോത്രം. ഇല്ല 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 ഞാൻ പാതറുകയില്ല എൻ്റെ യേശു ഒരുമിച്ച് പാടാം. ആമേൻ. ജീവിക്കുന്നു വാഗ്ദത്തം വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ ഇല്ല 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 ഒരിക്കലും വിശ്വാസത്തോടെ ഇല്ല ഇല്ല ഒരിക്കലും ഇല്ല യേശു വാക്കുമാറുകില്ല ഇല്ല മാറുകില്ല പ്രതികൂലക്കാറ്റ് അടിച്ചു വീഴും എന്റെ ഉള്ളം കലങ്ങിടും ഒരിക്കലും ഉയരില്ല എന്നു വിധിച്ച് ഇവരും മാറിയിടും പ്രതികൂലക്കാറ്റ് അടിച്ചിടും എന്റെ ഉള്ളം കലങ്ങിടും ഒരിക്കലും ഉയരില്ല എന്നു വിധിച്ചു ഇവരും മാറിയിടും ഇല്ല ഇല്ല ഞാൻ കുലുങ്ങുകയില്ല ഇല്ല ഇല്ല ഞാൻ വീഴുകയില്ല എന്റെ കാരണമുണ്ട്, യേശു കൂടെ ഉണ്ട്. ഇല്ല ഇല്ല ഞാൻ കുലുങ്ങുകയില്ല ഇല്ല ഇല്ല ഞാൻ വീഴുകയില്ല എന്റെ യേശു വിശ്വാസത്തോടെ പറയാം. യേശു കൂടെ ഉണ്ട്. വാഗ്ദത്തം പറഞ്ഞവൻ ചെയ്തവൻ വാക്കുമാറുമോ വാഗ്ദത്തം വാക്ക് മാറുമോ? ഇല്ല വാക്കുമാറുമോ ഇല്ല ഇല്ല ഒരിക്കലും ഇല്ല 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 ഒരിക്കലും ഇല്ല യേശു വാക്കുമാറുകില്ല ഇല്ല വാക്കുമാറുകില്ല ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. വിശ്വാസത്തോടെ പറയാം, യേശു കൂടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ കോട്ടകൾ തകരും, ശത്രുപാളയങ്ങൾ ഈ ദിവസങ്ങൾ വിറയ്ക്കും. താങ്ക് യു ജീസസ്. യേശുവിന്റെ കൂടെയുള്ളതാൽ ഒത്തുചേർന്ന് കോട്ടകൾ ശത്രുവിന് പേടി നൽകുമെൻ ആത്മശക്തിയാലെ യുദ്ധമെന്നു ചെയ്തിടും യുദ്ധവീരൻ യേശുവിന്റെ കൂടെയുള്ളതാൽ ഒത്തുചേർന്ന് കോട്ടകൾ തകർത്തിടും ഇനി ശത്രുപാളയത്തിനെന്ന് പേടി നൽകുമെൻ ആത്മശക്തിയാലെ യുദ്ധം എന്ന് ചെയ്തിടും ജയം ജയം തരുന്നവൻ സർവശക്തനാകയാൽ ഐക്യമായി മുന്നേറിടും ജയം തരുന്നതാൽ ജയം ജയം തരുന്നവൻ സർവശക്തനാകയാൽ ഐക്യമായി മുന്നേറിടും ജയം തരുന്നതാൽ വല്ലഭന്റെ പാത വിട്ടു മാറിടാത്തതാൽ ശത്രുവിന്റെ തന്ത്രമൊക്കെ പാളിപ്പോയിടും ദൂതന്മാരിൽ കാവലന്റെ ചുറ്റുമുള്ളതാൽ ധൈര്യമായി മുന്നേറിടും ജയം തരുന്നതാൽ വല്ലഭന്റെ പാത വിട്ടു മാറിടാത്തതാൽ ശത്രുവിന്റെ തന്ത്രമൊക്കെ പാളിപ്പോയിടും ദൂതന്മാരിൽ കാവലന്റെ ആമേൻ ധൈര്യമായി മുന്നേറിടും ജയം തരുന്നതാൽ ജയം തരുന്നവൻ സർവശക്തനാകയാൽ ഐക്യമായി മുന്നേറിടും ജയം തരുന്നതാൽ ജയം തരുന്നവൻ സർവശക്തനാകയാൽ ജയം തരുന്നതാൽ ശത്രുവിൻ വന്മതിയിലും കോട്ടയും തകർത്തു മാറ്റിടും ദൈവരാജ്യം ഭൂമിയിൽ സംജാതമാകുവാൻ മോദമായി മുന്നേറിടും ജയം തരുന്നതാൽ നന്മകൾ കവർന്നെടുത്ത ഘോര ശത്രുവിൻ വന്മതിയിലും കോട്ടയും തകർത്തു മാറ്റിടും ദൈവരാജ്യം ഭൂമിയിൽ സംജാതമാകുവാൻ മോദമായി മുന്നേറിടും ജയം തരുന്നതാൽ ജയം ജയം തരുന്നവൻ സർവശക്തനാകയാൽ ഐക്യമായി മുന്നേറിടും ജയം തരുന്നതാൽ ജയം ജയം തരുന്നവൻ സർവ
സർവശക്തനാകയാൽ ഐക്യമായി മുന്നേറിടും ജയം തരുന്നതാൽ. ജയം തരുന്നവൻ സർവശക്തനാകയാൽ ഐക്യമായി മുന്നേറിടും ജയം തരുന്നതാൽ. യുദ്ധവീരൻ യേശുവന്റെ കൂടെയുള്ളതാൽ ഒത്തുചേർന്ന് കോട്ടകൾ തകർത്തിടും ഇനി. ശത്രുപാളയത്തിന് തേടി നൽകുമൻ ആത്മശക്തിയാലെ യുദ്ധം എന്ന് ചെയ്തിടും. കൂടെയുള്ളതാൽ കോട്ടകൾ തകർത്തിടും ഇനി. ആ ശത്രുപാളയത്തിനൊന്ന് തേടി നൽകുമൻ ആത്മശക്തിയാലെ യുദ്ധമെന്നു ചെയ്തിടും. ജയം ജയം തരുന്നവൻ സർവശക്തനാകയാൽ ഐക്യമായി മുന്നേറിടും ജയം തരും. വിശ്വാസോടെ ജയം ജയം തരുശു സർവശക്തനാകയാൽ ഐക്യമായി മുന്നേറിടും ജയം തരും. ഒരുമിച്ച് ജയം ജയം തരുന്നവൻ സർവശക്തനാകട്ടെ. നമ്മുടെ ആയുസ്സിൻ്റെ ഒരു പുതിയ മാസത്തിലേക്ക് കടന്നു വരുവാൻ പരിശുദ്ധാത്മാവ് ദൈവം നമ്മളെ അനുഗ്രഹിച്ച് കൂട്ടിവരുത്തിയതിനായി സ്തോത്രം ചെയ്യാം. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എൻ ദൈവമേ, ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എൻ യേശുവേ. അവിടുന്ന് നൽകിയ ശ്രേഷ്ഠമായ പദവിക്കായി നന്ദി പറയാം. ഈ സ്തോത്രയാഗം അർപ്പിച്ചുകൊണ്ട് സ്വർഗ്ഗത്തിൽ നിന്നും സ്ഥിരമായിരിക്കുന്ന മാറ്റമില്ലാത്ത തിരുവചന കേൾവിക്കായി അനുഗ്രഹത്തിനായി നമ്മുടെ ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് ജോഷുവായെ പോലെ ദാവീദിനെ പോലെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എൻ ദൈവമേ. ഞങ്ങളിതുവരെ നീ മാത്രമെൻ ദൈവമേ, ഞങ്ങൾ ഇതുവരെ നീ മാത്രമെൻ യേശുവേ, ഞങ്ങൾ ഇതുവരെ നീ മാത്രമെൻ ദൈവമേ, ഞങ്ങൾ ഇതുവരെ നീ മാത്രമെൻ യേശുവേ. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ, കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ, ഞങ്ങൾ ഇതുവരെ നീ മാത്രമെൻ ദൈവമേ, ഞങ്ങൾ ഇതുവരെ നീ മാത്രമെൻ യേശുവേ. രോഗിയായി മാറിയപ്പോ യഹോവ റാഫയായി, രോഗിയായി
മാറിയപ്പോൾ യഹോവ റാഫയായി. തോൽവികൾ വന്ന നേരം യഹോവ നിസ്സയായി. തോൽവികൾ വന്ന നേരം യഹോവ നിസ്സയായി. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. എൻ്റെ കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. ഞങ്ങൾ ഇതുവരെ എത്തുവാനപ്പ നീ മാത്രമെൻ ദൈവമേ. എൽഷദായ് കൂടെയുള്ളപ്പോൾ അസാധ്യതകൾ മാറിപ്പോയി. എൽഷദായ് കൂടെയുള്ളപ്പോൾ അസാധ്യതകൾ മാറിപ്പോയി. എബനേസർ ദൈവമേ, എന്നെ കരങ്ങളിൽ വഹിച്ചവനേ. എബനേസർ ദൈവമേ, എന്നെ കരങ്ങളിൽ വഹിച്ചവനേ. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. എൻ്റെ കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രമെൻ ദൈവമേ. യഹോവയിരയായി എൻ ശൂന്യതകൾ മാറ്റിയല്ലോ. യഹോവയിരയായി എൻ ശൂന്യതകൾ മാറ്റിയല്ലോ. എപ്പോഴും എന്നെ കാണുന്ന എൽറോഹിയൻ സ്നേഹക്കൊടിയേ, എപ്പോഴും നമ്മെ കാണുന്ന എൽറോഹിയൻ സ്നേഹക്കൊടിയേ. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. എൻ്റെ കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രമെൻ യേശുവേ.
ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രമെൻ ദൈവമേ. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രമെൻ ദൈവമേ. അപ്പാ ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രമെൻ യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. Thank you Lord, thank you Lord, thank you Lord, thank you Lord. ഇസ്രായേൽ തുതികളിൽ വാഴുന്നവനേ, ഇസ്രായേൽ സ്തുതികളിൽ വാഴുന്നപ്പാ, ഞങ്ങളുടെ മധ്യേ ഉള്ളതിന, ഞങ്ങളുടെ മധ്യേ വാഴുന്നതിന നന്ദിയപ്പാ. താങ്ക് യു ലോർഡ്. ഓ സ്തുതിക്കുന്നപ്പാ, വാഴ്ത്തുന്നപ്പാ, സ്തുതിക്കുന്നപ്പാ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഓ രക്തം ജയം, രക്തം ജയം, രക്തം ജയം. ഓ രക്തം ജയം, രക്തം ജയം, രക്തം ജയം. Thank you Lord, hallelujah. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇപ്പോൾ ഓൺലൈനിലായിരിക്കുന്ന ദൈവമക്കൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ പറയാം, കർത്താവിൻ്റെ സമാധാനം കൂടെ ഇരിക്കട്ടെ എന്ന് പറയാം. ഷലോം, പീസ് ബി വിത്ത് യു. ഒത്തിരി സന്തോഷമുണ്ട് ഒരിക്കൽ കൂടി വിശുദ്ധ കൂട്ടായ്മയിലേക്ക് കടന്നു വരുവാൻ. കിങ്ഡം ട്രംപറ്റേഴ്സിൻ്റെ വിശുദ്ധ മക്കളുടെ നടുവിൽ കർത്താവിൻ്റെ തിരുവചനമായി നിൽക്കുവാൻ പരിശുദ്ധാത്മാവ് ദൈവം അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു. ഓഫ്കോഴ്സ് നമ്മളെല്ലാവരും രാജകീയ പുരോഹിതന്മാരാണ്. കർത്താവിൻ്റെ തിരുവചനം അങ്ങനെയാണല്ലോ പറയുന്നത്, നമ്മളെ വിളിക്കുന്നത്, നമ്മളെ അഭിസംബോധന ചെയ്യുന്നത്. പിന്നെ പ്രത്യേകിച്ച് ഞാനൊരു കത്തോലിക്ക സഭയിലെ, റോമൻ കാത്തലിക് ചർച്ചിലെ ഒരു പുരോഹിതനായിരുന്നതുകൊണ്ടും പാസ്റ്ററുമായിട്ട് പരിചയമുള്ളതുകൊണ്ടും പാസ്റ്ററും കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായതുകൊണ്ടും ഈ അച്ഛനെന്ന് വിളിച്ച് ഇങ്ങനെ ഒരു ശീലമുള്ളത് കൊണ്ട് ഇപ്പോഴും ആൾക്കാർ എന്നെ അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത്. ക്രിസ്ത്യൻ അച്ഛൻ കൊച്ചിക്കാരൻ എൻ്റെ വീട്ടുപേരാണ്. എൻ്റെ തറവാട് ആലപ്പുഴയാണ്. ഞാൻ റോമൻ കാത്തലിക് ചർച്ചിലെ സന്യാസ സമൂഹമായ കപ്പുച്ചിൻ സഭ, എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ കപ്പുച്ചിൻ സഭ. കാപ്പിപ്പൊടി അച്ഛൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ ഇല്ലേ? കാപ്പിപ്പൊടി അച്ഛൻ ജോസഫ് പുത്തമ്പുരയ്ക്കൽ എൻ്റെ 2 വർഷം ജൂനിയറാണ്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണ്. അപ്പോൾ കാപ്പിപ്പൊടി ജോസഫ് പുത്തമ്പുരയ്ക്കലിന് ഒരു മറുപടി ഞാൻ കൊടുത്തത് യൂട്യൂബിൽ കിടപ്പോട്ട് അത് ഒത്തിരി വൈറലായ ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ജോസഫ് പറഞ്ഞതുപോലെ ഇപ്പോഴും ജോസഫ് എനിക്ക് തോന്നുന്നത് പെന്തക്കോസ് വിരോധിയാണെന്ന് തോന്നുന്നു. ജോസഫിനെ പോലെ ഒരു പക്ഷേ ജോസഫിനേക്കാൾക്ക് ഒരു കൂടി തീഷ്ണതയുടെ പെന്തക്കോസ് വിരോധിയായിരുന്നു. വിശുദ്ധ പൗലോസിനെ പോലെ സുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ച് നടന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ എൻ്റെ കർത്താവിൻ്റെ സമയമായപ്പോൾ എൻ്റെ ആന്തരിക കണ്ണ് പരിശുദ്ധാത്മാവ് ദൈവം തുറന്നു, സത്യം അറിഞ്ഞു, ആ സത്യം എന്നെ സ്വതന്ത്രനാക്കി. ഹല്ലേലൂയ. അപ്പോൾ
കർത്താവിൻ്റെ തിരുവചന പ്രകാരം യോഹന്നാൻ 15:16, ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 15 വേഴ്സ് 16. അതൊന്ന് തൊട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 15 വേഴ്സ് 16. നിങ്ങളെന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ച് ഇരിക്കുന്നു. യു ചോസ് മീ നോട്ട്, ബട്ട് ഐ ചോസ് യു. ഇതാണ് യഥാർത്ഥത്തിലുള്ള തിരഞ്ഞെടുപ്പ്. അപ്പോൾ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചെന്ന് കരുതി നമ്മളാരും ക്രിസ്ത്യാനിയായില്ലേ. ക്രിസ്തു നമ്മളെ തിരഞ്ഞെടുക്കുമ്പോഴാണ് നമ്മൾ ക്രിസ്ത്യാനികളാകുന്നത്. അത് ചിലപ്പോൾ ദൈവത്തിൻ്റെ വചനപ്രകാരം ഉദരത്തിലായിരിക്കുന്നതിന് മുമ്പ് തന്നെ ആ ഒരു തിരഞ്ഞെടുപ്പുണ്ട്. ഈവൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ കർത്താവ് നമ്മളെ കണ്ട് തിരഞ്ഞെടുത്തതാണ്. സ്തോത്രം. എന്നാൽ ഓരോരുത്തർക്കും ഓരോ സമയം കർത്താവ് വെച്ചിട്ടുണ്ട്. ആ സമയത്ത് അത് വെളിപ്പെടും. അപ്പോഴാണ് ശരിക്കും കർത്താവിന് വേണ്ടി ഒരു തീരുമാനമെടുത്ത് ഇറങ്ങേണ്ട സ്ഥലത്തുനിന്ന് നമ്മൾ ഇറങ്ങുന്നത്. ഇറങ്ങിയില്ലെങ്കിൽ കർത്താവ് ഇറക്കും. മോശപ്പച്ചനെ മിസ്രൈം ദേശത്തു നിന്ന് വിളിച്ചിറക്കിയത് കർത്താവാണ്. അതേപോലെ തന്നെയാണ് ഞാൻ എൻ്റെ ആടുകളെ പേര് ചൊല്ലി വിളിക്കുമെന്ന് പറഞ്ഞു. വി ആർ ഫോർ ക്രൈസ്റ്റ്. നമ്മൾ കർത്താവിൻ്റെ വകയാണ്. അതുകൊണ്ട് കർത്താവ് മതപുരോഹിതനായിരുന്ന എന്നെ രാജകീയ പൗരോഹിത്യത്തിലേക്ക് ഉയർത്തി 2000 ആണ് ഈ പെന്തക്കോസ്ത് അനുഭവത്തിൽ കർത്താവിനെ കൊണ്ടുവരുന്നത്. സ്തോത്രം. മതപുരോഹിതനായിരുന്നപ്പോൾ ദ കാസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ് എന്താണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ബട്ട് വെൻ ദ ടച്ച് ഓഫ് ദ ഡിവൈൻ മാസ്റ്റർ കെയിം ടു മീ, വിദ്വാൻ്റെ കരസ്പർശനം ഏറ്റപ്പോഴാണ് ശിഷ്യത്വത്തിൻ്റെ വില എന്തെന്ന് അറിഞ്ഞത്. ടേക്ക് അപ്പ് യുവർ ക്രോസ് എന്ന് കർത്താവ് പറഞ്ഞല്ലേ. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിൻ്റെ കുരിശുമെടുത്ത്, അടുത്തിരിക്കുന്നവൻ്റെ കുരിശല്ല, നിൻ്റെ കുരിശുമെടുത്ത്, എടുക്കുന്നതിന് മുമ്പ് ഒരു പ്രോസസ്സിങ് കൂടിയുണ്ട്. ഡിനൈങ് വൺ സെൽഫ്, തന്നെത്താൻ പരിത്യജിച്ചിട്ട് വേണം ഈ പുസ്തകം എടുക്കാൻ. ഇതെടുക്കുമ്പോഴാണ് കുരിശത അറിയുന്നത്. ഇതെടുക്കുക എന്ന് പറയുന്നത് ഇങ്ങനെ എടുത്ത് കൈ പിടിക്കുന്നതല്ല. ഇതിൻ്റെ അകത്ത് വരുമ്പോഴാണ് വെൻ വി ഒബേ ദ വേർഡ് ഓഫ് ഗാഡ് യു വിൽ എക്സ്പീരിയൻസ് ദ റിയൽ ക്രോസ്. കുരിശെന്ന് പറയുന്നത് മരണമാണ്, കഷ്ടതയാണ്, പീഡനമാണ്, വേദനയാണ്, ഒറ്റപ്പെടലാണ്. അത് ഈ പുസ്തകം എടുക്കുമ്പോഴാണ്. സ്തോത്രം. അതുവരെ ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല. നാട്ടുകാർക്കും കൂട്ടുകാർക്കും വീട്ടുകാർക്കും നോ പ്രോബ്ലം. ബട്ട് വൺസ് യു കം ടു ദ ലോർഡ്, ഒരിക്കൽ ക്രിസ്തുവിൽ വന്നാൽ നാട്ടുകാർ വിവരം അറിയും. സ്തോത്രം. നീയും വിവരം അറിയും. അറിഞ്ഞില്ലെങ്കിൽ അവരറിയിക്കും. അപ്രകാരം ഒരു ക്രിസ്തു ഫോളോവർ ക്രൈസ്റ്റ് എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ അനുഗാമിയാണ്. കർത്താവിൻ്റെ വചനം പറയുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ നടന്ന വഴിയെ നടക്കേണ്ടി വരും. കർത്താവിന് എന്തെല്ലാം അനുഭവം ഉണ്ടായോ ആ അനുഭവമെല്ലാം നമുക്കുണ്ടാകും. അങ്ങനെ ഒരു അനുഭവം ഇല്ലെങ്കിൽ യു ആർ നോട്ട് എ ക്രിസ്ത്യൻ, യു ആർ നോട്ട് എ ഫോളോവർ ഓഫ് ക്രൈസ്റ്റ്. സഹനങ്ങളുണ്ടാകും, പീഡനങ്ങളുണ്ടാകും, വേദനകളുണ്ടാകും, ഒറ്റപ്പെടലുണ്ടാകും, കഷ്ടങ്ങളുണ്ടാകും. അതൊക്കെ വരണം. അതെല്ലാം നമ്മളെ തളർത്തുന്നതല്ല, നമ്മളെ ശക്തീകരിച്ച് ബലപ്പെടുത്തി പടചേർത്തവൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന യഥാർത്ഥ പടയാളിയായി നമ്മളെ മുന്നോട്ട് നയിക്കാനുള്ള അനുഭവങ്ങളെ എൻ്റെ നാമത്തെ പ്രതി അവർ നിങ്ങളെ അപഹേളിക്കും. എല്ലാ വചനങ്ങൾ പറയും. കുടുംബത്തിൽ നിന്നിറക്കും, അവർ പള്ളിയിൽ നിന്ന് പുറത്താക്കും, പള്ളിയിലെ പുസ്തകത്തിന് പേര് വെട്ടും, ഒറ്റപ്പെടുത്തും. കുടുംബത്തിലെ ഒരു കാര്യത്തിലും നിന്നെ അടിപ്പിക്കത്തില്ല. പറന്നുപോണ കാക്കയെ വിളിച്ചാലും നിന്നെ വിളിക്കത്തില്ല. കാരണം ഒരു പെന്തക്കോസ്ത് അനുഭവത്തിൽ വന്ന നിൻ്റെ കുടുംബക്കാർക്ക് ഇഷ്ടമല്ല, അംഗീകരിക്കാൻ പറ്റില്ല. ആ വെറുപ്പും വൈരാഗ്യവും ഒക്കെ ഇപ്പോഴും ഉണ്ട്. ഇനി അധികം സമയമുണ്ട് വീണ്ടെടുപ്പുകാരൻ വരാൻ. ഇപ്പോഴും വെറുത്തും വെറുപ്പിച്ചും
തമ്മിലടിച്ചും ഇരിക്കുകയാണ്. നിത്യതയിൽ പോകണമെന്നോ നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്ന നിത്യതയിൽ എത്തണമെന്നോ ഉള്ള വികാരമല്ല, വിചാരമല്ല, ആഗ്രഹമല്ല, ആർത്തിയല്ല. ഇവിടെ മനുഷ്യൻ തല്ലിക്കൂട്ടി തന്ന ആ പാരമ്പര്യത്തിൽ മുറുകെ പിടിച്ചിരിക്കാനാണ് പലർക്കും ആഗ്രഹം. സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ സാക്ഷ്യം യൂട്യൂബിലൊക്കെ ഒത്തിരി കിടപ്പുണ്ട്. ഹല്ലേലൂയ. ഒരു ചെറിയ ഇൻട്രഡക്ഷൻ എന്നുള്ള നിലയിൽ ഞാനത് പറഞ്ഞതാണ്. തുടർന്ന് നമുക്ക് കർത്താവിൻ്റെ വചനവുമായിട്ട് മുന്നോട്ട് പോകാം. സ്തോത്രം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, കർത്താവിൻ്റെ അതിരത്തിൽ നിന്ന് പൊഴിയുന്ന ഓരോ വചനം കൊണ്ടും ജീവിക്കുന്നു. സ്തോത്രം. നമ്മളായിരിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ദ ലാസ്റ്റ് അവർ. ദ റാപ്ചർ ക്യാൻ ഹാപ്പൻ അറ്റ് എനി ടൈം. ഏത് നിമിഷം വേണമെങ്കിലും എടുക്കപ്പെടാം. ആർ യു റെഡി? ആർ യു റെഡി? സ്തോത്രം. ചിലപ്പം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കാം. ബട്ട് ലെറ്റ്സ് പ്രിപ്പയർ അവർസെൽസ് വൺസ് അഗെയിൻ അക്കോർഡിംഗ് ടു ദ വേർഡ് ഓഫ് ഗാഡ്. ഹല്ലേലൂയ. ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന മെസ്സേജ്, ദ ടൈറ്റിൽ ഓഫ് അവർ മെസ്സേജ്, എടുക്കപ്പെടുന്നവരുടെ ഉത്തരവാദിത്വങ്ങൾ. എടുക്കപ്പെടുന്നവരുടെ ഉത്തരവാദിത്വങ്ങൾ. വിശുദ്ധ കൂട്ടായ്മയിൽ ആയിരിക്കുന്ന മക്കൾ, ഐ ഹോപ്പ് എല്ലാവരും സ്നാനപ്പെട്ടവരാണെന്ന്. ഇനി സ്നാനപ്പെടാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇറ്റ്സ് യുവർ ടൈം. ഈ വർഷം കടന്നു പോകല്ലേ, ഓർ ഈവൻ ഈ മാസം തന്നെ ഇറ്റ് പോസിബിൾ ഗെറ്റ് ബാപ്റ്റൈസ്ഡ്. ക്രിസ്തു എന്ന മണവാളിനോട് ചേരുക. സ്തോത്രം. ഞാൻ നിന്നെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുപോയി ഹൃദ്യമായി ഞാൻ നിന്നോട് സംസാരിക്കും. ചിലരൊക്കെ ഈ പെന്തക്കോസ്ത് അനുഭവത്തിൽ വരുന്നത്, അവരെ കർത്താവ് നാട്ടിൽ നിന്ന് വീസായും ടിക്കറ്റും ഒക്കെ കൊടുത്ത് മരുഭൂമി കൊണ്ടുവന്നു. മരുഭൂമിയിൽ വന്നപ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ക്രിസ്തു അനുഭവം, തിരുവചന സത്യം, ആ റിയൽ എക്സ്പീരിയൻസ്, ദ ടച്ച് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അപ്പോഴാണ് പൗലൂസിനെ പോലെ ആ കണ്ണിലെ ആ ചെതുമ്പലങ്ങ് മാറി, ആന്തരിക കണ്ണു തുറന്നു കിട്ടി, സ്നാനപ്പെട്ട് ക്രിസ്തുവിനോട് ചേർന്നു. ഇതാണ് നിന്നെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുവന്ന് ഹൃദ്യമായി നിന്നോട് സംസാരിക്കുമെന്ന് പറഞ്ഞില്ലേ. ചിലർക്കൊക്കെ ഈ സത്യം അറിയണമെങ്കിൽ അവർ മരുഭൂമിയിൽ തന്നെ വരണമായിരുന്നു. സ്തോത്രം. റോമൻ കാത്തലിക് ചർച്ച് ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്, വഴിതെറ്റിക്കുന്ന വിശ്വാസം എന്ന് പറഞ്ഞു. കുറേ അച്ഛന്മാരുടെ അഭിപ്രായങ്ങളും കുറേ സെമിനാരിയൻസിൻ്റെ സർവേ റിപ്പോർട്ടും ഒക്കെയാണ് അതിലുള്ളത്. അതിൻ്റെ ലാസ്റ്റ് പേജിൽ പറഞ്ഞിരിക്കുന്നത്, ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പെന്തക്കോസിലേക്ക് പോകുന്നത് ഗൾഫിൽ നിന്നാണെന്ന്. എന്തിനാ ആൾക്കാർ ഗൾഫിൽ വരുന്നത്? പെന്തക്കോസിൽ കയറാനാണ് അല്ലേ? അവിടെ കുറച്ചുകൂടി മെച്ചപ്പെട്ട സംതിങ് ഏൺ ചെയ്യാനാണ്. പക്ഷേ അതായിരുന്നില്ല ദൈവത്തിൻ്റെ ലക്ഷ്യം. സ്തോത്രം. അതുമാത്രമല്ല, ആദ്യം നിത്യത ഉറപ്പാക്കിയിട്ട് ബാക്കിയുള്ള എല്ലാം അതിനോട് കൂട്ടിച്ചേർക്കും. അങ്ങനെ ഹല്ലേലൂയ. അതുകൊണ്ട് പറവം ചെയ്തെന്താണെന്ന് അറിയും, ഗൾഫിൽ എല്ലാ ഫ്ലാറ്റിൻ്റെ അടിയിലും അവർ കൊച്ചു കൊച്ചു പള്ളികൾ, കൂടിവരവുകൾ, നമ്മൾ ദൈവമക്കൾ കൂടി വരുന്ന പോലെ അവർക്കും ഒരു കൂടിവരവ് ഇപ്പോൾ വെച്ചിരിക്കുകയാണ്. ആരെല്ലാമാണ് ഒളിച്ചോടി പോകണമെന്ന് അറിയാൻ വേണ്ടി ചാരന്മാരെ ഇറക്കിയിരിക്കുക. എത്ര വലിയ ചാരനെ ഇറക്കിയാലും ശരി, എൻ്റെ കർത്താവ് കണ്ടിട്ടുള്ളവനെ കർത്താവ് പിടിച്ചിരിക്കും. അതിലൊരു സംശയം വേണ്ട. എവിടെ പോയി ഒളിച്ചാലും ശരി. സ്തോത്രം.
ഈ കാലഘട്ടത്തിൽ അല്ലേ നമ്മൾ യുദ്ധം ലൈവായിട്ട് കാണുകയല്ലേ. എവിടെ പോയി ഒളിച്ചാലും ഇസ്രായേൽ കണ്ടുപിടിച്ച് അവിടെ കൊണ്ട് ഇടാനുള്ളത് അവൻ്റെ പുറത്തിടും. സോ ഡിജിറ്റൽ വേൾഡ് സോ ഔട്ട്സ്റ്റാൻഡിങ്. അതിനേക്കാൾ ഔട്ട്സ്റ്റാൻഡിങ് ആണ് എൻ്റെ കർത്താവിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം. ഹല്ലേലൂയ. അപ്പോഴതുകൊണ്ട് പരിശുദ്ധാത്മാവ് നൽകുന്ന ആ ഒരു തിരഞ്ഞെടുപ്പെന്ന് പറയുന്നത് മനുഷ്യൻ്റെ തിരഞ്ഞെടുപ്പല്ല. യു ചോസ് മീ നോട്ട് ബട്ട് ഐ ചോസ് യു. നിങ്ങളെന്ന് തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ്. ഹല്ലേലൂയ. അതാണ് നമ്മൾ ഈ ഭൂമിയിൽ വെച്ച് കിട്ടാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ്, ദ പ്രഷ്യസ് ഗിഫ്റ്റ്. അതാണ് നമ്മൾ സ്വന്തമാക്കേണ്ടത്. മരിച്ചതിന് ശേഷം ആർക്കും ആരെയും രക്ഷിക്കാൻ പറ്റില്ല. നിത്യജീവനെന്ന് പറയുന്നത് ഇവിടെ ഈ ജീവനുള്ളപ്പോൾ ഉറപ്പാക്കി പോകേണ്ട കാര്യമാണ്. നിത്യജീവനെന്ന് പറയുന്നത് പിതാവ് യോഹന്നാൻ്റെ സുവിശേഷം 17 പറയാണ്, 17:3 പറയാണ്, 17:3 ഏകസത്യദൈവമായി നിന്നെ നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെ അറിയുന്നത് തന്നെ നിത്യജീവൻ. ഈ അറിവ് മൂക്കിപ്പഞ്ഞു വെക്കുമ്പോഴല്ല, ഈ ശ്വാസം അകത്ത് വരുമ്പോഴും പുറത്തു പോകുമ്പോഴും അറിയേണ്ട ഒരു കാര്യമാണ്. നിത്യജീവൻ എന്ന് പറയുന്നത് യേശുക്രിസ്തു തന്നെയാണ്. ആ യേശുവിനെ മരിച്ചതിന് ശേഷമല്ല. പലരും പറയുന്നത് അത് മരിച്ചതിന് ശേഷമാണ് നമ്മൾ സ്വർഗത്ത് പോകണോ നരകത്ത് പോകണോ എന്ന് ദൈവം തീരുമാനിക്കും. ദൈവമല്ല തീരുമാനിക്കുന്നത്. ഇറ്റ്സ് യു ആർ ടു ഡിസൈഡ്. നോ. അത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ. ആകയാൽ ഇപ്പോൾ യേശുക്രിസ്തുവിലായിരിക്കുന്നവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. യേശുക്രിസ്തുവിൽ ഒരുത്തനായിക്കഴിഞ്ഞാൽ പിന്നെ മരണശേഷം അവൻ്റെ പുറകെ ധൂപം കാട്ടേണ്ട കാര്യമില്ല. അവന് വേണ്ടി തച്ചിലിരുന്ന് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. സ്തോത്രം കരണക്കൊന്ത ചൊല്ലേണ്ട കാര്യമില്ല. ജീവിച്ചിരിക്കുമ്പോഴാണ് ഒരുത്തൻ അവൻ്റെ ആ രക്ഷ ഉറപ്പാക്കി മുന്നോട്ട് പോകേണ്ടത്. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിൻ്റെ വചനം പറയുന്നു, യു ചോസ് മീ നോട്ട് ബട്ട് ഐ ചോസ് യു. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് വീണ്ടും ദൈവത്തിൻ്റെ വചനത്തിലേക്ക് കിടക്കാം. സ്തോത്രം. എടുക്കപ്പെടുന്നവരുടെ ഉത്തരവാദിത്വങ്ങൾ. ഹല്ലേലൂയ. അപ്പോൾ സ്നാനപ്പെട്ടവർ, ഇനി സ്നാനപ്പെടാനുള്ളവർ ഈ ഒരു ബോധ്യത്തോടെ മുന്നോട്ട് പോകണം. കർത്താവ് വരും, ഞാൻ പോകും. ഭർത്താവ് വരും, ഞാൻ പോകുന്നല്ല. മൈ ലോർഡ് വിൽ കം ആൻഡ് മൈ മണവാളൻ വിൽ കം. ഞാൻ പോകും. അത് കൂടെയുള്ള ഭാര്യ വന്നാലും ശരി, ഭർത്താവ് വന്നാലും ശരി, ഞാൻ പോകും. മക്കളോടൊപ്പം പറയണം, ഭർത്താവിനോടും പറയണം, ഇച്ചായം വന്നില്ലെങ്കിലും ഞാൻ പോകും. എടാ മകനെ മകളെ, നീ വന്നില്ലെങ്കിലും ഞാൻ പോകും. സ്തോത്രം. അതാണ് ഈ സമയം. സോ നമ്മുടെ പഠന വിഷയം എടുക്കപ്പെടുന്നവരുടെ ഉത്തരവാദിത്തങ്ങൾ. വി ആർ സ്വിച്ച് ഓൺ ടു ഫസ്റ്റ് പോയിന്റ്. ഒന്നാമത്തെ പോയിന്റ്, എബൈഡ് ഇൻ ക്രൈസ്റ്റ്. യേശുവിൽ വസിക്കുക. യേശുവിൽ വസിക്കുക. 1 യോഹന്നാൻ 2:27 ഫസ്റ്റ് ജോൺ 2:27. 1 യോഹന്നാൻ 2:27. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. അവൻ്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ച് തരികയാലും അത് ഫോഷ്കല്ല, സത്യം തന്നെ ആയിരിക്കുകയാലും അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പിൻ. എബൈഡ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ വസിക്കുന്നവൻ മാത്രമേ എടുക്കപ്പെടുകയുള്ളൂ. നിർഭാഗ്യമെന്ന് പറയട്ടെ, എന്ന് ഒത്തിരി കൂട്ടായ്മകളുണ്ട്. ചിലർ പറയുന്നത് ഞങ്ങൾ മാത്രമാണ് കർത്താവ് സ്ഥാപിച്ച സഭയിലെ അംഗങ്ങൾ. റോമൻ കത്തോലിക്ക സഭയാണ് കർത്താവ് ഡയറക്റ്റായിട്ട് സ്ഥാപിച്ച സഭയെന്നാണ് ചിലരുടെ അവകാശം.
റോമൻ കാത്തലിക് ചർച്ചല്ല കർത്താവ് ഡയറക്റ്റായിട്ട് സ്ഥാപിച്ചത്. പെന്തക്കോസ്ത് ദിനത്തിൽ കർത്താവിൻ്റെ സഭയെ സ്ഥാപിച്ചു. സ്തോത്രം. അതിനുശേഷം എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ റോമൻ കാത്തലിക് ചർച്ച് വരുന്നത്. അതിൻ്റെ അടിസ്ഥാനം അവർ പറയുന്നത്, പീറ്റർ യു ആർ റോക്ക്, ഓൺ ദിസ് റോക്ക് ഐ വിൽ ബിൽഡ് മൈ ചർച്ച്. പത്രോസ് നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണി. അപ്പോൾ പത്രോസാകുന്ന പാറമേൽ ആണ് റോമൻ കാത്തലിക് ചർച്ച് നിൽക്കുന്നത്, ക്രിസ്തു ആകുന്ന പാറമേലല്ല. പത്രോസിനോട് ചോദിച്ച ചോദ്യം, പീറ്റർ നീ ആരാണെന്നാണ് ഈ ജനം പറയുന്നത് എന്നാണോ? അല്ല, ഞാൻ ആരാണെന്നാണ് ജനം പറയുന്നത്. അപ്പം ജനത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു അല്ലേ, നമുക്കറിയാതെ. അടുത്തത് കർത്താവ് ശിഷ്യന്മാരോട് തിരിഞ്ഞിട്ട് ചോദിക്കണം, who do you say that I am? ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? അതിന് പത്രോസ് ചാടി മറുപടി പറഞ്ഞു, സ്തോത്രം, കർത്താവേ അവിടുന്ന് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ്. സ്തോത്രം. കർത്താവ് കൊടുത്ത മറുപടി എന്താണെന്ന് പറയാം, പീറ്റർ, ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തി തന്നത്, എൻ്റെ സ്വർഗസ്ഥനായ പിതാവ്. പെട്ര പാറ, ആ പാറ യേശു ക്രിസ്തുവാണ്. പീറ്റർ പാറക്കഷ്ണമാണ്. എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിനക്ക് വെളിപ്പെടുത്തി തന്ന ഈ പാറമേൽ, പത്രോസാകുന്ന പാറയല്ല, ക്രിസ്തു ആകുന്ന പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാളഗോപുരം അതിനെതിരെ ജയിക്കുകയില്ല, ഇന്നും ജയിച്ചിട്ടില്ല, ജയിക്കാൻ സാധ്യമല്ല. നേരെ മറിച്ച് പത്രോസാകുന്ന പാറയിലായിരുന്നെങ്കിൽ എന്നെ സഭ പൊളിഞ്ഞ് സുനാമി കയറി അടിച്ചുകൊണ്ട് പോയാനും. ഇന്നും പിശാചിന് ജയിക്കാൻ കഴിയാത്ത ഒരേ ഒരു സഭ കർത്താവിൻ്റെ സഭ. സ്തോത്രം. എബൈഡ് ഇൻ ഹിം, അവനിൽ വസിക്കാൻ. സ്തോത്രം. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു, ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. ഓൾ ആർ ടോട്ട് ബൈ ഹോളി സ്പിരിറ്റ്. എല്ലാവരും ദൈവാത്മാവിനാൽ പഠിപ്പിക്കപ്പെടും. പരിശുദ്ധാത്മാവാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. The Holy Spirit is the real teacher and is the only master. ഈ ബൈബിൾ എഴുതിയത് റോമൻ കാത്തലിക് ചർച്ചല്ല, പരിശുദ്ധാത്മാവ് ദൈവമാണ്. 40 വ്യക്തികളെ എടുത്ത് ഉപയോഗിച്ച്, പക്ഷേ ഡയറക്ഷനും ആലോചനയും കൊടുത്തത് ദൈവാത്മാ. അതുകൊണ്ടാണ് ഈ പുസ്തകത്തിൽ തെറ്റില്ലാത്തത്. പരിശുദ്ധാത്മാവ് ദൈവം എഴുതിയത് കൊണ്ടാണ് ഈ പുസ്തകത്തിൽ തെറ്റില്ലാത്തത്. അച്ചടി പിശാചൊക്കെ ഉണ്ടാകും, അത് വേറെ കാര്യം. ബട്ട് തെറ്റില്ലാത്ത ഒരേ ഒരു പുസ്തകം നമ്മുടെ കയ്യിൽ പരിശുദ്ധാത്മാവ് എഴുതി തന്ന ഈ തിരുവചനമാണ്. ഈ വചനമാണ് പറയുന്നത്, നമ്മളെ ഉപദേശിക്കുന്നത് ഈ പുസ്തകമാണ്. ഈ പുസ്തകമാണ്. എന്നാൽ ഇതിൻ്റെ അകത്തൊന്നും കയറ്റുകയും ചെയ്യരുത്, അടിച്ചു മാറ്റുകയും ചെയ്യരുത്. അത് നീ ചെയ്താൽ ഇതിൽ പറയുന്ന ശാപം അത് ചെയ്യുന്നവൻ്റെ മേൽ വരും. റോമൻ കാത്തലിക് ചർച്ചിൽ ഒരു കമ്മ്യൂണിറ്റി ബൈബിളുണ്ട്. ഒരു 15,000 കോപ്പി അത് അടിച്ചിറക്കി. അതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഈ ബൈബിളിൻ്റെ കൂടെ ഈ ബൈബിളല്ല, ആ കമ്മ്യൂണിറ്റി ബൈബിള് ഗാന്ധിജിയുടെ വാക്ക്, ടാഗോറിൻ്റെ വാക്ക്, അങ്ങനെ ഇന്ത്യയിലെ മഹാന്മാരുടെ, വലിയ പേരെടുത്ത മഹാന്മാരുടെയൊക്കെ വാക്കുകൾ കൂട്ടിച്ചേർത്ത് ഒരു പുതിയ ബൈബിൾ, കമ്മ്യൂണിറ്റി ബൈബിൾ എന്നാണ് അതിന് പറയുന്നത്. അതിന് നേതൃത്വം കൊടുത്ത പുരോഹിതൻ പറഞ്ഞെന്താണെന്നറിയോ? അതായത് നമ്മൾ ഇന്ത്യയിൽ താമസിക്കുമ്പോൾ ഇന്ത്യയിലുള്ള ജനത്തിനോട് സുവിശേഷം അറിയിക്കണമെങ്കിൽ ഇന്ത്യയിലെ നേതാക്കന്മാരെയൊക്കെ നമ്മൾ പരിചയപ്പെടുത്തണം. തന്നെയല്ല, ഇത് സുവിശേഷത്തെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്തത്. അർത്ഥം വല്ലതും പിടികിട്ടിയ? സുവിശേഷത്തെ പരിപോഷിപ്പിക്കുക എന്ന് പറയുന്നത് കർത്താവിന് ഇത്തിരി എന്തോ കുറവുണ്ട്.
ഇതാണ് മതപുരോഗതിൻ്റെ മണ്ടത്തരം, പരമമണ്ടത്തരം. വചനം എന്താ പറയുന്നത്? ഒന്നും കൂട്ടരുത്, കൂട്ടിച്ചേർക്കരുത്. സ്തോത്രം. മനുഷ്യൻ്റെ ആലോചനയല്ല, മനുഷ്യൻ്റെ ആലോചന വരുന്നത് കൊണ്ടാണ് ഇന്നും സഭയുടെ തടി. പരിശുദ്ധാത്മാവാണ് നമ്മളെ ഡയറക്റ്റ് ചെയ്യുന്നെങ്കിൽ abide in him, കർത്താവിൽ വസിക്കുക. അവൻ ആലോചന നടക്കേണ്ടുന്ന വഴി അവൻ കാണിച്ചു തരും, അല്ലേ? അങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനം. സങ്കീർത്തനങ്ങൾ 32:8. Psalm 32 verse 8. സങ്കീർത്തനം 32:8. ഞാൻ നിന്നെ ഉപദേശിച്ച്, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, കർത്താവിൻ്റെ വചനം പറയുകയാണ്, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. നിങ്ങൾക്ക് കാണിച്ചു തരുന്നല്ല, ഈ സംതിങ് പേഴ്സണൽ, പേഴ്സൺ ടു പേഴ്സൺ, ഡോർ ടു ഡോർ എന്നൊക്കെ പറയുന്ന പോലെ. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ഹല്ലേലൂയ. ഈ ഒരു ഡയറക്ഷനും ആലോചനയ്ക്കും നീ ദൈവത്തിൻ്റെ കൈക്കീഴിൽ വരാത്തത് കൊണ്ടാണ് നിനക്ക് ആരെ ഉൾക്കൊള്ളാൻ പറ്റാത്തത്. എബൈഡ് ഇൻ ക്രൈസ്റ്റ്. സ്തോത്രം. അവൻ്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലം ഉപദേശിച്ച് തരികയാലും. ബൈബിൾ കോളേജിൽ പഠിച്ചോ, ഇറ്റ്സ് ഓക്കെ, നല്ല കാര്യമാണ്. ഇങ്ങനെ പറയുന്നത്, റീഡ് ബുക്സ് ആൻഡ് ലേൺ ജീസസ്. പഠിക്കുക, പഠിക്കണം, പഠിപ്പിക്കണം. പക്ഷേ the knowledge about nothing but Jesus, യേശുവിനെയാണ് അറിയേണ്ടത്. ഹല്ലേലൂയ. ബൈബിൾ പഠിക്കണം. ബൈബിൾ പഠിച്ച് അവസാനം പരിശുദ്ധാത്മാവിനെ വചനം പഠിപ്പിക്കാതിരുന്നാൽ മതി. അവൻ്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലം ഉപദേശിച്ച് തരികയാലും. വി ആർ ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് ദൈവമാണ് നമ്മളെ ഉപദേശിക്കുന്നത്. ഇന്ന് മനുഷ്യന് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ഹൂ ഐ ടു അഡ്വൈസ് മീ, ഐ നോ വാട്ട് ടു ഡു, വെയർ ടു ഡു, വെൻ ടു ഡു, ഹൗ ടു ഡു. തള്ളേ, എന്നെ ഉപദേശിക്കാം എന്നെ. അതൊക്കെ പണ്ടായിരുന്നു. ഇപ്പോൾ ഡിജിറ്റൽ യുഗത്തിലാണ് ജീവിക്കുന്നത്. ഞങ്ങൾക്ക് തന്നെ അറിയാം, ഞങ്ങളെ ഉപദേശിക്കാൻ ഇവിടെ ഗൂഗിൾ ചേച്ചിയുണ്ട്. അതാ ഇന്ന് എല്ലാ സാധനവും ഗൂഗിൾ അടിച്ചാൽ മതിയല്ല. അതിങ്ങനെ ഗണിയാണ്. ഓ എന്തെല്ലാം ബൈബിളിനെ കുറിച്ചുള്ള അറിവാണെങ്കിൽ നമ്മൾ ഇല്ലേ, ഏതെല്ലാം ടൈപ്പിലുള്ള എക്സ്പ്ലനേഷനാണ്. അതെല്ലാം നല്ലതാണ്. പക്ഷെ വെൻ യു കം ടു അവർ പേഴ്സണൽ ലൈഫ്, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ യു വിൽ ഗെറ്റ് സീറോ. യു വിൽ ബി എ ഫെയിലിയർ. ഈ ബൈബിള് കൈ പിടിച്ചുകൊണ്ട് നരകത്തിൽ പോകുന്നവരുണ്ട്, ബൈബിള് വായിച്ചുകൊണ്ട് നരകത്തിൽ പോകും. മൂന്നാമതൊരു ഗ്രൂപ്പുണ്ട്, ഇത് വായിച്ച് ഇത് കേട്ട് ഇതനുസരിക്കുന്നവർ നിത്യതയിൽ പോകും. അങ്ങനെയല്ലേ വെളിപ്പാട് പുസ്തകം പറയുന്നത്? വെളിപ്പാട് 1:3, ഈ പ്രവചന ഗ്രന്ഥം വായിക്കുകയും വായിച്ച് കേൾപ്പിക്കുകയും അത് പ്രമാണിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. ബൈബിൾ വായിക്കാം, വായിച്ച് കേൾക്കാം. പക്ഷെ മൂന്നാമത്തെ കാര്യം വരുമ്പോഴാണ് അവിടെ ബ്ലോക്ക് ഉണ്ടാകുന്നത്. നമ്മളൊക്കെ ആയിരുന്ന സമൂഹത്തിൽ ബൈബിൾ വായിക്കുന്നുണ്ട്, ബൈബിൾ വായിച്ച് കേൾപ്പിക്കുന്നുണ്ട്. പക്ഷെ മൂന്നാമത്തെ കാര്യം വരുമ്പം അവർ നിന്നെ പള്ളിയിൽ നിന്ന് പുറത്താക്കും. ബൈബിൾ അനുസരിച്ചാൽ അവർ നിന്നെ പള്ളിയിൽ നിന്ന് പുറത്താക്കും. ഇത് ഞാൻ പറഞ്ഞതല്ല, കർത്താവ് തന്നെ പറഞ്ഞതാണ്. ആ വചനം നമുക്കൊന്ന് വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 16:1 16 14. ആദ്യം 16 നോക്കാം. നിങ്ങൾ ഓക്കെ, താങ്ക് യു. യോഹന്നാൻ 16:1 ഫോളോയിങ്. നിങ്ങൾ ഇടറിപ്പോകാതിരിക്കാൻ ഞാൻ ഇത് നിങ്ങളോട് സംസാരിക്കുന്നു. അടുത്ത വാക്ക് 16:1. അവർ നിങ്ങളെ പള്ളി ഭ്രഷ്ടരാക്കും. POC ബൈബിൾ എഴുതിയിരിക്കുന്ന അവർ നിങ്ങളെ സിനഗോഗിൽ നിന്ന് പുറത്താക്കുന്ന. സിനഗോഗ് എന്ന് പറയുന്നത്, സിനഗോഗ് എന്ന് കേൾക്കുമ്പോൾ ഇവിടെ നമ്മൾ നാട്ടിൽ ഇവിടെ നമ്മളെല്ലാം കൂടെ ഓടി കൊച്ചി പോകും. അവിടെ സിനഗോഗ് പള്ളിയുണ്ട്, പച്ച മലയാളത്തിൽ പറഞ്ഞ പള്ളി. അത്രയുമല്ല,
നിങ്ങളെ കൊല്ലുന്നവനെല്ലാം, സ്തോത്രം, ഈ പുസ്തകം അനുസരിക്കുന്നവന്, അതായത് ഒരു പെന്തക്കോസ് അനുഭവത്തിൽ വന്ന് ഈ കറുത്ത പുസ്തകം അനുസരിക്കുന്നവന് എന്തൊരു ദേഷ്യമാണെന്നറിയാമോ? ഇന്നേവരെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരും ഈ കൈകൊട്ടി കളിക്ക് പോയിട്ടില്ല. പറഞ്ഞു മനസ്സിലായടാ, മനുഷ്യനെ നാണം കെടുത്താനായിട്ട്. ഈ കഴിഞ്ഞ ആഴ്ച ഒരു സഹോദരനെ ഡൽഹിയിലെ കത്തോലിക്ക പള്ളിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ഇവനെ നമ്മൾ പള്ളിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. ഭാര്യ മക്കളൊക്കെ പള്ളിയുടെ അകത്തുണ്ട്. ആ കുടുംബത്തിലെ അപ്പൻ പെന്തക്കോസ് അനുഭവത്തിൽ വന്ന് ഈ പുസ്തകം എടുത്ത് ആരാധനയ്ക്ക് പോയി. പക്ഷേ പള്ളിയിൽ വിളിച്ചു പറഞ്ഞു, ഇന്ന തോമാച്ചനെ നമ്മൾ പള്ളിയിൽ നിന്ന് പുറത്താക്കിയെന്ന്. അപ്പോൾ തോമാച്ചൻ ചെന്ന് അച്ഛൻ്റെ അടുത്ത്, ആ മനുഷ്യൻ അവിടെ ചെന്നിട്ട് എന്നെ വീഡിയോ കോൾ ചെയ്ത് അച്ഛൻ്റെ ഫ്രണ്ട് ഇരുന്ന് എന്നോട് അച്ഛാ, ആ പുരോഹിതനെ കാണിച്ചത്, അച്ഛനെപ്പോലെ ഒരു അച്ഛനായിരുന്നു ഈ ക്രിസ്പിൻ അച്ഛൻ. അച്ഛനൊരു ധ്യാനഗുരുവായിരുന്നു. അച്ഛൻ ഈ പെന്തക്കോസ് അനുഭവത്തിൽ വന്ന് ഈ സത്യസുവിശേഷം പഠിപ്പിക്കുന്ന അച്ഛനാണ്. എന്നിട്ട് എന്നോട് പറയണം, അച്ഛാ, ഈ അച്ഛൻ എന്നെ ഈ പള്ളിയിൽ നിന്ന് പുറത്താക്കിയത്. ഞാൻ പറഞ്ഞു, അത് കർത്താവിൻ്റെ പ്രവചനമാണ്, അത് സംഭവിച്ചത് മതിയാകും. ഹല്ലേലൂയ. ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടുമ്പോൾ പള്ളിയിലെ പുസ്തകത്തിൽ നിന്ന് പേര് വെട്ടും. പള്ളിയിൽ വിളിച്ചു പറയും, ഇന്നവനെ നമ്മൾ പള്ളിയിൽ നിന്ന് പുറത്താക്കിയെന്ന്. അത് കർത്താവിൻ്റെ പ്രവചനമാണ്. ആ പ്രവചനമാണ് ഇപ്പോൾ വായിക്കുന്നത്. യോഹന്നാൻ 16:2 വാക്യം, അവർ നിങ്ങളെ പള്ളി ഭ്രഷ്ടരാക്കാം, അവർ നിങ്ങളെ പള്ളിയിൽ നിന്ന് പുറത്താക്കാം, അവർ നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കാം. അത്രയുമല്ല, നിങ്ങളെ കൊല്ലുന്നവനെല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക വരുന്നു. നല്ലൊരു കാര്യമാണ്. ഇവനെയൊക്കെ നമ്മുടെ കുടുംബത്തിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. നമ്മുടെ സമൂഹത്തിൽ നിന്ന് എടുത്ത് പുറത്ത് കളയണം, കറിവേപ്പിനെ പോലെ. നമ്മളൊക്കെ നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത്. ഈ പുഴുക്കുത്തിനെയൊക്കെ ഈ നമുക്ക് നാണക്കേടുണ്ടാക്കുന്ന ഇതിനെയൊക്കെ എടുത്ത് കളയണം. എന്നാൽ മാത്രമേ ഒരു ശുദ്ധീകരണം നടക്കുകയുള്ളൂ. നമ്മളൊരു നല്ല കാര്യമാണ്, കർത്താവിന് വേണ്ടിയാണ് അത് ചെയ്യുന്നത്. കർത്താവ് ദേവാലയത്തിൽ നിന്ന് അശുദ്ധമായിട്ടുള്ളതിനെ അടിച്ച് പുറത്താക്കിയതുപോലെ നമ്മൾ ഇതിനെയൊക്കെ അടിച്ച് പുറത്താക്കണം. ഭയങ്കര തീക്ഷ്ണത. ഇവൻ കൊല്ലാൻ വരുമെന്നാ പറഞ്ഞേ, കൊല്ലും. 4 സ്ഥലത്തു നിന്നാണ് മരണത്തിൽ നിന്ന് കർത്താവിനെ കൊണ്ടുപോകുന്നത്. ബൈബിൾ കൺവെൻഷനിൽ ഈ തിരുവചന സത്യം പച്ചയായിട്ട് വിളിച്ചു പറഞ്ഞപ്പോൾ, ഹല്ലേലൂയ, പിശാച് ഇളകിയത് 4 പള്ളികളിലെ അച്ഛന്മാരിലൂടെയായിരുന്നു. 4 സ്ഥലത്തും എന്നെ അടിക്കാനായിട്ട്. കൊട്ടാരക്കര വാളകം എന്ന് പറയുന്ന സ്ഥലത്ത് 4 days കൺവെൻഷനിൽ 4ാമത്തെ ദിവസം ഞാനായിരുന്നു. ഈ 4 ദിവസവും അവിടെ പ്രശ്നമായിരുന്നു. ആൻഡ് ഫൈനലി അവസാനത്തെ ദിവസം വരുന്ന എന്നെ തട്ടണമെന്നായിരുന്നു. അതിന് അവർ ആൾക്കാരെ അറേഞ്ച് ചെയ്തു. ഇതറിഞ്ഞ് കമ്മിറ്റിക്കാർ പോലീസ് പ്രൊട്ടക്ഷൻ എടുത്ത് അന്നവിടെ കൺവെൻഷൻ നടത്തിയത് പോലീസ് പ്രൊട്ടക്ഷനിലാണ്. സ്തോത്രം. ഞാൻ ആദ്യമായിട്ടാണ് പോലീസ് പ്രൊട്ടക്ഷനിൽ കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുന്നത്. എന്തായിരുന്നു? ഈ തിരുവചന സത്യം അറിഞ്ഞ ഒരു കർത്താവിൻ്റെ അഭിഷിക്തൻ, പുരോഹിതൻ, സത്യം പറഞ്ഞാൽ ജനം വിടുവിക്കപ്പെടുമെന്ന് ഈ പുരോഹിതൻ അറിയാം. അവർ കൊല്ലാൻ വരെ വരുമെന്നാണ് പറഞ്ഞേ. സ്തോത്രം. അത്രയും കഠിന ഹൃദയമാണ്. എന്നിട്ട് പറയുക, ഞങ്ങൾ അപ്പോസ്തോലിക ട്രഡീഷനാണ്, ഞങ്ങൾ കർത്താവിൻ്റെ സഭയിലെ ഒറിജിനൽ സാധനമാണ്. എന്നിട്ട് നീ പഠിപ്പിക്കുന്ന ഈ തിരുവചന സത്യമാണോ? ഈ പുസ്തകത്തിലുള്ള അതാ നിൻ്റെ പാരമ്പര്യമോ? അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ദൈവത്തിൻ്റെ വചനം മാനുഷികമായ പാരമ്പര്യം പഠിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ദൈവത്തിൻ്റെ കൽപ്പന തന്ത്രപൂർവ്വം വളച്ചു കളഞ്ഞല്ലോ. ഇതാ നടക്കുന്നേ. അപ്പോൾ ഈ പുസ്തകം അനുസരിക്കാൻ ആരെങ്കിലും തീരുമാനിച്ചാൽ അവനെ പുറത്താക്കും. കർത്താവ് അടുത്ത വാക്യത്തിൽ പറയാം, 3ാമത്തെ വാക്യം, യോഹന്നാൻ 16:3, അവർ പിതാവിനെയും എന്നെയും അറിയാതെ കൊണ്ടാക്കലേ ചെയ്യും. അപ്പോൾ നോക്കിക്കോ, വലിയ കോടികൾ മുടക്കിയ പള്ളിയാണ്, ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട്, ഒത്തിരി തൊപ്പിക്കാരുണ്ട്. പക്ഷെ കർത്താവ് പറയണേ, അവർ പിതാവിനെ എന്നെ അറിയാതെ കൊണ്ടാണ് നിങ്ങളെ സിനഗോഗിൽ തട്ടിയതെന്ന്, പള്ളിയിൽ നിന്ന് പുറത്താക്കിയത്. സ്തോത്രം. ആൾപ്പെരിപ്പമല്ല, 150 കോടിയാണ്. അതിൽ കൂടുതൽ ആളുമായിരിക്കാം റോമൻ കാത്തലിക് ചർച്ചിലെ അംഗങ്ങൾ. ഈ കോടി ഉണ്ടെന്ന് കരുതിയിട്ട് നിത്യതയിൽ പോകില്ല മക്കളെ.
വലിപ്പമല്ല, എണ്ണമല്ല, ക്വാളിറ്റിയാണ്. 10 ഉള്ളെങ്കിലും 10 കറ തീർന്ന് ഈ വചനം അനുസരിക്കുന്നവരായിരിക്കണം. എബൈഡ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ വസിക്കുക. ഹല്ലേലൂയ. അപ്പോൾ അവൻ്റെ അഭിഷേകം നിങ്ങൾക്ക് സകലം ഉപദേശിച്ച് തരികയാലും അത് പോഷ്കില്ല സത്യം തന്നെ ആയിരിക്കുകയാലും അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ. യു സീ ദാറ്റ്? ഇതിലെന്തോ പറഞ്ഞോ അതിൽ നിന്ന് ഇടവും വലവും തെറ്റാതെ. ജോഷുവോട് എന്താ പറഞ്ഞേ? ജോഷുവയിലേക്ക് പോവാം. ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 8 and 9. ജോഷുവ 1:8-9 വാക്യങ്ങൾ. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിൻ്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. ജോഷുവയുടെ മാത്രമല്ല, ഈ ന്യൂ ജനറേഷനിലുള്ള എല്ലാ ജോഷുമാരും എല്ലാ ജോസഫ്മാരോടും എല്ലാ മറിയക്കുട്ടിയോടും നിൻ്റെ വായിൽ നിന്ന് നീങ്ങിപ്പോരുതെന്നാണ് പറഞ്ഞത്. അപ്പോഴതിൻ്റെ അർത്ഥം കർത്താവിൻ്റെ വചനം രാപകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്തും നട്ടിരിക്കുന്ന ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ആയിരിക്കും. അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കും. അവൻ കൃതാർത്ഥനായിരിക്കും. ഈ തിരുവചനം രാപകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ഞാൻ പാപം ചെയ്യാതിരിക്കാൻ നിൻ്റെ വചനം എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നോ? ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് അതരം സംസാരിക്കുന്നത് ഹൃദയത്തിൽ വചനമാണെങ്കിൽ നീ സംസാരിക്കുന്നതും വചനമായിരിക്കും. സ്തോത്രം. അല്ലെങ്കിൽ നിൻ്റേതായ വചനമായിരിക്കും. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് എഫെസ്യ ലേഖനം 4-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആകാത്തതൊന്നും നിൻ്റെ വായിന്ന് വരരുതെന്ന്. ഹല്ലേലൂയ. പെന്തക്കോസ് അനുഭവമൊക്കെ ഉണ്ടൊക്കെ കാര്യം ശരിയാണ്. പെന്തക്കോസ് ആരാധനയ്ക്ക് പോകാം. അത്യാവശ്യം തെറി പറയാനുള്ള സ്റ്റാൻഡേർഡ് എല്ലാവർക്കും ഉണ്ട്. ലൂസിഫറിൽ നാണിച്ചു പോകും. ഇത് നീയാണോ? സ്തോത്രം. ലൂസിഫർ വന്ന് ചോദിക്കും, ഒരു പുതിയ തെറി നീ എന്നെ പഠിപ്പിക്കുമോ? ലൂസിഫർ ഇങ്ങനെ നോക്കിയിട്ട് പറയുന്നതെല്ലാം പഴയ തെറിയാണ്. പറയുന്നെന്താ? പെന്തക്കോസക്കാരനാണെന്ന്, ക്രിസ്ത്യാനിയാണെന്ന്. വായിന്ന് വരുന്ന തെറിയേക്കണം. അയ്യോ, ചിലരൊക്കെ അല്ലേ ശരിക്കും നല്ല രീതിയിൽ തെറി പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പേരിൻ്റെ മുമ്പിൽ ഒരു പുതിയ പേര് അച്ഛാന്ന് വിളിച്ചാൽ അതേ നാവ് കൊണ്ട് എന്നെ മോനെ. ആ സ്പിരിറ്റ് കാലം അല്ലേ. ഉന്നനാം വിടമാട്ടെ എന്നും പറഞ്ഞൊരു വരവുണ്ട്. എപ്പോഴാണെന്നറിയാം? ഈ പുസ്തകം അനുസരിക്കുമ്പോൾ അപ്പൻ്റെ രൂപത്തിൽ, അമ്മയുടെ രൂപത്തിൽ, അളിയൻ്റെ രൂപത്തിൽ, പള്ളിയിലെ അച്ഛൻ്റെ രൂപത്തിൽ, ചിലപ്പോൾ ബിഷപ്പിൻ്റെ രൂപത്തിൽ വരും. ഉന്നനാം വിടമാട്ടെ എന്നും പറഞ്ഞ് ഈ പുസ്തകം എടുത്ത് അനുസരിച്ചാൽ പിശാചിൻ്റെ റിയൽ കളർ കാണാൻ പറ്റും. അയ്യോ, നല്ല കറതീർന്ന തെറി. സ്തോത്രം. അപ്പോൾ ഈ ഹല്ലേലൂയ എന്ന് പറഞ്ഞ അതേ നാവിൽ നിന്ന് തന്നെ നല്ല രീതിയിൽ നല്ല അഭിഷേകത്തോടെ അന്യഭാഷ എന്നൊക്കെ പറയില്ലേ? സ്വർഗത്തിലെ ഭാഷയുടെ കാര്യമല്ല, അന്യൻ്റെ ഭാഷ, പച്ചത്തെറി. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, അത് പോഷ്കുള്ള സത്യം തന്നെ ആയിരിക്കാം. അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പിന്. വചനത്തിൽ വസിക്കണം. ജോഷുവോട് പറഞ്ഞത്, ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിൻ്റെ വായിൽ നിന്ന് നീങ്ങിപ്പോരുത്. അതിലെഴുതിയിരിക്കുന്നതൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന്. ഇതിലെഴുതിയിരിക്കുന്നത് ഇത് തർക്കിക്കാനുള്ളതല്ല. ബൈബിള് തർക്ക വിഷയമല്ല. ഇത് ജീവിക്കാനുള്ള പുസ്തകമാണ്. സ്തോത്രം. ഈ കഴിഞ്ഞ ദിവസവും ഒരു കത്തോലിക്ക ഭക്തൻ എന്നെ, അച്ഛനെ ഞാനൊരു സ്നേഹ ഡിബേറ്റിന് ക്ഷണിക്കുന്നു, അച്ഛൻ തയ്യാറുണ്ടാ? തൻ്റെ ഇടമുണ്ടാ? ഞാൻ പറഞ്ഞ, എൻ്റെ മകനെ നീ പോയി നിൻ്റെ ഒപ്പമുള്ളവരടുത്ത് പോയി കളി. ഞാൻ റോമൻ കത്തോലിക്ക സഭ വിട്ടത് ബൈബിള് തർക്കിക്കാനല്ലേ, വചനം ജീവിക്കാനാണ്. ഇത് തർക്കിക്കാനുള്ളതല്ല, ഇത് ജീവിക്കാനുള്ളതാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഇടവും പോലവും തെറ്റാതെ ഇത് അനുസരിക്കാനുള്ളതാണ്. ജോഷുവോട് അതാ പറയുന്നേ, അതിലെഴുതിയിരിക്കുന്നത് പോലെ ആകാശം മാറും, ഭൂതലവും മാറും, അന്നും ഇന്നും മാറാതുള്ളത് ഈ പുസ്തകം മാത്രം. ഞാനും നീയൊക്കെ മാറിപ്പോവും, പക്ഷെ മാറ്റമില്ലാത്തത് ഈ പുസ്തകം. അടിച്ചു മാറ്റരുത്. എല്ലാ ദുരുപദേശ കൂട്ടായ്മയ്ക്കും ഇതിൻ്റെ അകത്തുനിന്ന് ഒരു വാക്യം കാണും.
ഈ വാക്യത്തിലാണ് ഇവർ കൊളുത്തി കിടക്കുന്നത്. യേശുനാമക്കാരൻ്റെ, യേശുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തണമെന്നല്ലയോ അതിൽ കയറി പിടിച്ചു കിടക്കേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലല്ല, അപ്പോസ്തലന്മാർ യേശുവിൻ്റെ നാമത്തിലാണ്. നമ്മൾ കേൾക്കുമ്പോൾ അല്ലേ വചനമാണ് പറയുന്നത്. കറക്റ്റാണ്, വചനം തന്നെയാണ് പറയുന്നത്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകണം. സ്തോത്രം. അവിടെ എങ്ങും പോകത്തില്ല. ഇങ്ങനെ കുറേ ദുരുപദേശമുണ്ട്. യേശു ദൈവത്തോട് പ്രാർത്ഥിച്ചു. യേശു ദൈവമല്ല. ഇപ്പോൾ ഒരു പുതിയ അവതാരം ഇറങ്ങിയിട്ടുണ്ട്. യേശു ദൈവമല്ല. ഭയങ്കര ബൈബിൾ ടീച്ചറാണ്. യേശു ദൈവമല്ല. യേശു ദൈവമല്ല എന്ന് പറയുന്നവൻ ആരാണെന്നറിയാമോ? പക്ക ഈവൻ ലൂസിഫറിനറിയാം യേശു ആരാണെന്ന്. പക്ഷേ ഈ പുതിയ ഡിജിറ്റൽ യുഗത്തിലെ ലൂസിഫറിന് കർത്താവ് സ്വർഗത്തു നിന്ന് തള്ളിയിട്ട ആ ലൂസിഫറിന് നാണമാണ്. അയ്യേ, ഇടാ മണ്ണാങ്കട്ടെ, ജീസസ് ദൈവമാടാ, എനിക്കറിയാം. അവൻ്റെ പേര് കേൾക്കുമ്പോൾ ഞാൻ മറക്കും. നീ ഇവിടെ ഇരുന്ന് നാട്ടുകാരെ വഴിതെറ്റിക്കട. അതേപോലുള്ള പുതിയ അവതാരങ്ങൾ ഒത്തിരി ഇറങ്ങിയിട്ടുണ്ട്. ഇതിൽ നിന്ന് ഇടമൂലം തെറ്റരുത്. അനുസരിക്കാൻ പറ്റുമെങ്കിൽ മാത്രം കർത്താവിൻ്റെ പുറകെ പോയാൽ മതി. ഒരു നിർബന്ധമില്ല, ആരും നിർബന്ധിക്കുന്നില്ല. നിത്യത വേണോ? നിത്യജീവൻ വേണോ? ലീവ് ദിസ് ബുക്ക്. ഈ പുസ്തകം ജീവിക്കണം. ഇതിൽ പറയുന്നത് പോലെ, അതിൽ എഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നിനക്ക് സൗകര്യം കിട്ടുമ്പോൾ എന്നല്ല, നിരാപകൽ അത് ധ്യാനിച്ചു കൊണ്ടേയിരിക്കണം. യുവർ മെഡിറ്റേഷൻ പോയിന്റ് ഈസ് ബേസ്ഡ് ഓൺ ദ വേർഡ് ഓഫ് ഗാഡ്. രാപകൽ ധ്യാനിക്കാനുള്ളതാണ്. നിൻ്റെ മക്കൾ, കുടുംബത്തിൽ മക്കളോട് ഇതിനെക്കുറിച്ച് സംസാരിക്കണം. അല്ലാതെ സ്തോത്രം, രാഷ്ട്രീയക്കാരെയല്ല കുടുംബത്തിൽ സംസാരിക്കേണ്ടത്. ഇത് രാപകൽ ധ്യാനിക്കണം. ഇതിനെക്കുറിച്ച് നിൻ്റെ മക്കളോട് സംസാരിക്കണം, അവരെ പഠിപ്പിക്കണം. സ്തോത്രം. വീട്ടിലെടുക്കേണ്ട ട്യൂഷൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ഈ പുസ്തകവുമായിട്ട് ബന്ധമുള്ള ഒരൊറ്റ കുടുംബവും തകർന്നു പോകാൻ ദൈവം അനുവദിക്കില്ല. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം രാവുകൾ ധ്യാനിക്കുന്ന ഒരു കുടുംബത്തിന് പരാജയം ഉണ്ടാകില്ല. ഒരു കുടുംബത്തിൽ നിരാശ കയറത്തില്ല. ഒരു കുടുംബത്തെയും രോഗം തുടത്തില്ല. സ്തോത്രം. സൗഖ്യദായകൻ അവിടെ ഉണ്ട്. ഈ കോൾ അപ്പോൺ മീ, ഐ വിൽ ആൻസർ. സ്തോത്രം. സൗഖ്യദായകനെ വീട്ടിൽ വെച്ചിട്ടാണ് നാട് മുഴുവനും കറങ്ങി കിടക്കണേ. ഇടവും പോലും തെറ്റരുത്. എന്നാൽ നീ നിന്റെ പ്രവൃത്തി സാധിക്കും. നീ ഹൃദാർത്ഥനായിരിക്കും. എബൈഡ് ഇൻ ക്രൈസ്റ്റ്. അവനിൽ ആ സത്യം തന്നെ ആയിരിക്കാലും അത് നിങ്ങൾ ഉപദേശിച്ച പോലെ നിങ്ങൾ അവനിൽ വസിക്കുവിൻ. ഈ പുസ്തകത്തിൽ നിന്ന് മാറിപ്പോകരുത്. അതുകൊണ്ടാണ് കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 31-32 വാക്യങ്ങൾ. ലെറ്റ്സ് റീഡ് ദാറ്റ്. ജോൺ 8:31-32. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട്. അപ്പോൾ അന്നത്തെ കാലത്തും കർത്താവിൽ വിശ്വസിച്ച യഹൂദന്മാരോട് ഉണ്ട്, ഇന്നുമുണ്ട്. സ്തോത്രം. അവരോട് കർത്താവ് പറഞ്ഞത്. അപ്പോൾ വിശ്വസിക്കാത്തവനോട് ഒന്നും പറയാൻ കർത്താവില്ല. വിശ്വസിക്കുന്നവരോട് മാത്രമേ ദൈവാത്മാവ് ഇടപെടുകയുള്ളൂ. ഈ പുസ്തകത്തിൽ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ, ഇഫ് യു റിമെയിൻ ഇൻ മൈ വേർഡ്, then said Jesus to those Jews which believed on him, if all of you continue in my word, then are all of you my disciple indeed. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി. ഇന്നും ഈ വചനത്തിന് മാറ്റമില്ല. ദാറ്റ് മീൻസ് ഈ വചനത്തിൽ നിലനിൽക്കാത്ത ഡ്യൂപ്ലിക്കേറ്റും ഉണ്ടെന്നാണ് പറഞ്ഞത്. സ്വർണം ഉരച്ച് നോക്കുക, ആൾ അടുത്തറിയുക. അടുത്തിരിക്കുന്ന ആളോട് ചോദിക്കും, ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റാണോ ചോദിക്കും. ഇന്നും ഒത്തിരി ഡ്യൂപ്ലിക്കേറ്റാണ് ഉള്ളത്. ഭയങ്കര ഭക്തിയുടെ വേഷമാണ്.
പക്ഷെ അകത്താളില്ല, കനവില്ല. ഇഫ് യു റിമെയിൻ ഇൻ മൈ വേർഡ്, അത് സത്യം തന്നെ ആയിരിക്കാലും അത് നിങ്ങൾ ഉപദേശിച്ച പോലെ നിങ്ങൾ അവനിൽ വസിപ്പൻ. എബൈഡ് ഇൻ ക്രൈസ്റ്റ്. ഹല്ലേലൂയ. കൊളോസ്യ ലേഖനം 2-ാം അധ്യായം, കൊളോസിൻസ് ചാപ്റ്റർ 2 വേഴ്സസ് 6-8. കൊളോസ്യ ലേഖനം 2-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. As all of you have therefore received Christ Jesus the Lord, so walk all of you in him. ആകയാൽ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പിൻ. സോ ഫസ്റ്റ് പോയിന്റ്, എബൈഡ് ഇൻ ക്രൈസ്റ്റ്. അപ്പോൾ കർത്താവിൽ വസിക്കുക, കർത്താവിൻ്റെ കൂട്ടായ്മയിൽ നടക്കുക. ഇവിടെയാണ് സ്തോത്രം. എൻ്റെ ഒരു ഫ്രണ്ട് പുരോഹിതൻ, കത്തോലിക്ക സഭയിലെ പുരോഹിതൻ. അപ്പം ഞാനിങ്ങനെ പോന്നപ്പം പുള്ളി എന്നോട്, അച്ഛാ ഇപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? ഞാൻ പറഞ്ഞ്, അന്ന് ഞാൻ കത്തോലിക്ക സഭയിലായിരുന്നപ്പം മനുഷ്യനിൽ ആശ്രയിച്ചു പോയി. ഇന്ന് എന്നെ വഴി നടത്തുന്നത് എന്നെ വിളിച്ച വേർതിരിച്ച എൻ്റെ രക്ഷകനായ കർത്താവായ യേശുവാണ്. ഞാനിന്ന് മതപുരോഹിതനല്ല അച്ഛാ, ഞാനിത് രാജകീയ പുരോഹിതനാണ്. ഞാനിട്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛൻ്റെ മുമ്പിലിരിക്കുന്ന ജനത്തിനോട് തിരുവചനത്തിലെ സത്യം പറയണം. ഉടനെ അച്ഛൻ പറഞ്ഞതാണ്, അച്ഛാ ഞാനൊരു കത്തോലിക്ക പുരോഹിതനാണ് അച്ഛാ, എനിക്ക് കത്തോലിക്ക സഭ എന്ത് പറയുന്നു അതേ പറയാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു, വൺസ് ഐ വാസ് എ കാത്തലിക് പ്രീസ്റ്റ്. അന്ന് എനിക്ക് സഭയെ നോക്കി വേണം സംസാരിക്കാമായിരുന്നു. ഇന്നെനിക്ക് ക്രിസ്തുവിനെ നോക്കിയാണ് സംസാരിക്കേണ്ടത്. ഇന്ന് എനിക്ക് ആലോചന തരുന്ന എൻ്റെ ബോസ്, എൻ്റെ രക്ഷകൻ, എൻ്റെ നാഥൻ, എൻ്റെ ജീവനുള്ള ദൈവം കർത്താവ് യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. ആകയാൽ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ. ഇന്ന് പലരും സഞ്ചരിക്കുന്നത് കാറുകളിലാണ്, ഇല്ലേ? ഈ ഭൗതിക ഗോളത്തിലെ കാറിൻ്റെ കാര്യമില്ല, എന്തെല്ലാം ടൈപ്പ് കാറുകളാണ് ഇല്ലേ ഉള്ളത്. ഓരോരോ പുതിയ കാറുകൾ, പുതിയ പുതിയ പേരുകൾ ഇറങ്ങിയിരിക്കും. അതേപോലെ ഈ ആത്മീയ ഗോളത്തിലും കാറുകളുണ്ട്. എന്നെ ഒന്ന് ശ്രദ്ധിക്കണമേ. ഞാനീ പറയുന്ന കാറുകളിൽ ചിലപ്പോൾ ഇപ്പോൾ എന്നെ കേൾക്കുന്ന ആരെങ്കിലുമൊക്കെ സഞ്ചരിക്കുന്നുണ്ടാകാം. ഓക്കെ, യാക്കോബക്കാർ, ഓർത്തഡോക്സുകാർ, CSI കാർ, മാർത്തോമക്കാർ, ബ്രദറൻകാർ, യേശുനാമക്കാർ, ലാറ്റിൻകാർ, സിറിയൻകാർ, പെന്തക്കോസക്കാർ. ഈ കഴിഞ്ഞ ദിവസം ഒരു ഓർത്തഡോക്സ് തീവ്രവാദി എന്നെ വിളിച്ചിട്ട് പറയണേ, ഞാനേ അച്ഛാ കറ തീർന്ന ഒരു ഓർത്തഡോക്സുകാരനാണ്. ഇന്നലെ കിളുത്ത് വന്ന ഈ പെന്തക്കോസിന് എനിക്ക് വെറുപ്പാണ്. ഞാൻ ഒരു പെന്തക്കോസക്കാരനല്ല, ഞാനൊരു ഓർത്തഡോക്സുകാർ. ഞങ്ങൾ ഓർത്തഡോക്സുകാർ എല്ലാവരും ഈ കാറിലാണ് സഞ്ചാരം. സ്തോത്രം. അപ്പോൾ കർത്താവിൻ്റെ കൂടെ ആരുമില്ലേ? യാക്കോബ സഭ വിട്ടൊരു കളിയില്ല അച്ഛാ, മനസ്സിലായ? മാതാവിനായിട്ടൊരു പണിയില്ല, മാതാവിനെ വിട്ടൊരു. അപ്പോൾ കർത്താവിന് ആര് കാണും? കർത്താവിന് വേണ്ടി കൊടി പിടിക്കാൻ ആരുമില്ലല്ലേ? കർത്താവ് കാൽവരിയിൽ മരിച്ച് എല്ലാ മനുഷ്യർക്കും വേണ്ടി രക്തം ഒഴുക്കിയത് വെറുതെയായി. അതുപോലെ ഭയങ്കര തീഷ്ണ പെന്തക്കോസ്തക്കാർ എന്ന് നീ കാറിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങുന്നു, അന്ന് നീ ക്രിസ്തുവിലാവും. കർത്താവ് വരുന്നത് ഈ കാറുകളെ കൊണ്ടുപോകാനല്ല, തന്നിൽ വിശ്വസിച്ച ശിഷ്യന്മാരെ കൊണ്ടുപോകാനാണ് വരുന്നത്. ഇഫ് യു അബൈഡ് ഇൻ ക്രൈസ്റ്റ്, ഇഫ് യു റിമെയിൻ ഇൻ മൈ വേർഡ്, നിങ്ങളെൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നെങ്കിൽ വാസ്തവമായി നിങ്ങളെൻ്റെ ശിഷ്യന്മാരായി. നല്ലൊരു ശതമാനം ഡ്യൂപ്ലിക്കേറ്റാണ്. ഈ ഡ്യൂപ്ലിക്കേറ്റ് കയറി കൂട്ടായ്മയിൽ ഇരിക്കുന്നതുകൊണ്ടാണ്
ആരോ പറഞ്ഞ പോലെ അവന് ഞാനുമായിട്ട് അടിച്ച് പെറിഞ്ചി. എന്തടിയാണ് കേട്ടോ. പിറ്റേ ദിവസം അടുത്ത ഞായറാഴ്ച ഈ പുസ്തകം ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം, അന്യഭാഷയിൽ സംസാരിക്കൂ. ആ പുസ്തകം ആരാധനയൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് അന്യഭാഷ സംസാരിച്ചവൻ തന്നെയാണ് മുണ്ട് മടക്കി കുത്തി ദൈവത്തിൻ്റെ ചായൽ സൃഷ്ടിക്കപ്പെട്ട നിന്റെ സഹോദരനെ സഹോദരിയെ ഉപദ്രവിച്ചത്. കസേരയുടെ തടി. വൈ യു ആർ നോട്ട് അബൈഡിങ് ക്രൈസ്റ്റ്. ക്രിസ്തുവിലല്ല നീ നിലനിൽക്കുന്നത്, അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പിനെന്നാണ് പറയുന്നത്. കൊളോസ്യ ലേഖനം 2:6. ആകയാൽ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പിൻ. ഇന്ന് ആരുടെ കൂട്ടായ്മയിലാണ് നടക്കുന്നത്? ഓഫ് കോഴ്സ് ഭൂമിയിൽ നമ്മളായിരിക്കുമ്പം നമുക്കൊരു കൂട്ടായ്മ ആവശ്യമാണ്. അത് നല്ലതാണ്, അതിന് ഓരോരോ പേരുമുണ്ട്. ബട്ട് ഇൻ സ്പിരിറ്റ് എപ്പോഴും ചിന്തിച്ചോളാം, ഒരപ്പനെ ഉള്ളെന്ന്. സ്തോത്രം. ഒരു മനുഷ്യനോട് പറയണേ, അച്ഛനീ അപ്പ കാണുന്നവനെ അച്ഛൻ അപ്പനെന്ന് വിളിക്കുന്ന ആളല്ലേ. ഞങ്ങൾക്ക് ഒരു തന്തയേ ഉള്ളൂ. റോമൻ കത്തോലിക്ക സഭയാണ് ഞങ്ങളുടെ തന്തയെന്ന്, എൻ്റെ തന്തയെന്ന്. ഇല്ല, മനുഷ്യൻ്റെ ആ റിയൽ കളർ നമുക്ക് കാണാൻ കഴിയുന്നത്. സ്തോത്രം. ഞാനൊരപ്പനെ പരിചയപ്പെടുത്താം. ബൈബിളിലുണ്ട്. എബ്രായ ലേഖനം, കമോൺ, ഹീബ്രൂസ് ചാപ്റ്റർ 2:11. എബ്രായ ലേഖനം 2:11. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും. വിശുദ്ധീകരിക്കുന്നവൻ രക്ഷകനായ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ രക്തത്താൽ. വിശുദ്ധീകരിക്കപ്പെടുന്നവർ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനാഥനുമായി സ്വീകരിച്ച അവൻ്റെ വചനത്തിൽ നിലനിൽക്കുന്ന മക്കൾ. അപ്പോൾ വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവരല്ലോ പിതാവ്. അപ്പോൾ ഒറ്റ അപ്പനേ ഉള്ളു. സജിത്ത് കണ്ണൂർ കത്തോലിക്ക സഭയിലേക്ക് തിരിച്ചു പോയപ്പോൾ ഒരു ബ്രദർ എന്നെ വിളിച്ചിട്ട് ചോദിക്കുകയാണേ, ക്രിസ്പിനച്ച, സജിത്ത് കണ്ണൂർ തിരിച്ച് കത്തോലിക്ക സഭയിലേക്ക് വന്നിട്ടുണ്ട്, അച്ഛന് വല്ല പ്ലാനും ഉണ്ടോ തിരിച്ചു വരാൻ? ഞാൻ കൊടുത്ത മറുപടി എന്താണെന്നറിയാം? എൻ്റെ മോനെ, സജിത്ത് കണ്ണൂരിൻ്റെ അപ്പനല്ല എൻ്റെ അപ്പൻ. എൻ്റെ അപ്പൻ സ്വർഗസ്ഥനായ പിതാവാണ്. ആ അപ്പൻ്റെ മകനാണ് ഞാൻ. റോമൻ കത്തോലിക്ക സഭ എന്തെന്നറിഞ്ഞിട്ട് തന്നെയാണ് എൻ്റെ കർത്താവ് വിളിച്ചിട്ട് ഞാൻ പോകുന്നത്. ഇനി അതിലേക്ക് ഈ ലോകം മുഴുവനും തരാമെന്ന് പറഞ്ഞാലും ഐ വിൽ നോട്ട്. സ്തോത്രം. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് എല്ലാം ഒരുവനല്ലോ പിതാവ്. അത് കാരണം, അത് ഹേതുവായി കർത്താവ് യേശുവിന് നമ്മെ സഹോദരന്മാരെന്ന് വിളിക്കാൻ ലജ്ജയില്ല. നിന്റെ കുടുംബക്കാർക്ക് നീ ഒരു പെന്തക്കോസ് അനുഭവമുള്ളവനാണെന്ന് പറയാൻ അവജ്ഞ, ലജ്ഞ, പുജ്ഞ, 3 യജ്ഞ. പക്ഷേ കർത്താവിന് ലജ്ജയില്ല. യു ആർ മൈ സൺ, യു ആർ മൈ ഡോട്ടർ. നീ എൻ്റെ മകനാണ്, നീ എൻ്റെ മകളാണ്. പക്ഷേ ഈ ഒരു തിരിച്ചറിവ് അപ്പനെ അറിയാൻ വയ്യാത്തതുകൊണ്ടാ. ഇഫ് യു റിമെയിൻ ഇൻ മൈ വേർഡ് യു ആർ റിയലി മൈ ഡിസൈപ്പിൾ. ബൈബിൾ എല്ലാവരുടെ കയ്യിലുണ്ടെന്നേ, എല്ലാവരുടെ കയ്യിലുണ്ട്. കയ്യിൽ മാത്രമേ ഉള്ളൂ. ബട്ട് യു ആർ നോട്ട് അബൈഡ് ഇൻ ക്രൈസ്റ്റ്. സോ എടുക്കപ്പെടുന്നവർ ഉത്തരവാദിത്തത്തിലുള്ള ഒന്നാമത്തെ പോയിന്റ് യേശുവിൽ വസിക്കുക. ആകയാൽ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ. കൊളോസ്യർ 2:6 7 അവനിൽ വേരൂന്നി ആത്മീയ വർധന പ്രാപിച്ചു. കൂറിവിടെയും ചോറ് അവിടെ ആയിരിക്കരുത്. കർത്താവായ യേശു ക്രിസ്തുവിൽ വേരൂന്നി. ഇന്ന് കൂണ് കിളുക്കുന്ന പോലെ ദുരുപദേശ കൂട്ടായ്മയുടെ പ്രസരമാണ്. സ്തോത്രം. വാളെടുക്കുന്നവനും വെളിച്ചപ്പാടെന്ന് പറഞ്ഞ പോലെയാണ്. ഓരോരോ യൂട്യൂബിൽ കിടപ്പുണ്ട് കുറേ അധികം. ഇന്ന് ഈ ഭൂമിയിൽ 20ഓളം വ്യക്തികളുണ്ട്. ഐ ആം ക്രൈസ്റ്റ്, ഐ ആം ദ ക്രൈസ്റ്റ് എന്നും പറഞ്ഞ്
ഞാൻ യേശുവാണെന്നും പറഞ്ഞ് ജീവിക്കുന്ന ഒരു 20ഓളം വ്യക്തികൾ, അവന്മാരെല്ലാം ലക്ഷപ്രഭുക്കളാണ്. ഈ കള്ളന്മാരുടെ പുറകെ ഒത്തിരി ജനങ്ങളുമുണ്ട്. കർത്താവ് പറഞ്ഞില്ലേ, എൻ്റെ രൂപത്തിലും ഭാവത്തിലും പലരും വരും, ഓടരുത് മക്കളെന്ന്. ദിസ് ഈസ് ദ ടൈം. ഹല്ലേലൂയ. അവനിൽ വേരൂന്നിയും ആത്മീയവർദ്ധനവും പ്രാപിച്ചു. സ്തോത്രം. അപ്പം എവിടെയാണ് റൂട്ട്? ആരിലാ റൂട്ട്? ഇന്നിപ്പോൾ ഈ ലോകത്തിൽ വ്യക്തികൾക്കായിട്ട് സഭകളുണ്ട്. ചില സഭകളെല്ലാം അറിയപ്പെടുന്ന ഓരോരുത്തരുടെ പേരിലാണ്. യോഹന്നാൻ്റെ സഭ അല്ലേ, KP യോഹന്നാൻ്റെ സഭ. ഞാൻ കത്തോലിക്ക സഭയിൽ നിന്ന് പോകുന്നതിന് ശേഷം KP യോഹന്നാൻ്റെ കൂടെയായിരുന്നു. 5-6 വർഷത്തോളം അദ്ദേഹത്തിൻ്റെ കൂടെയായിരുന്നു. അപ്പോഴാണ് അദ്ദേഹം ബിഷപ്പായത്. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ കർത്താവ്, ഇതിനേക്കാൾ വലിയൊരു അടിമത്തിൽ നിന്നാണ് നീ എന്നെ വിടുവിച്ചത്. ഇപ്പം എൻ്റെ അവസ്ഥ വറിയട്ടിയിൽ നിന്നെടുത്ത് എന്നെ എരുതിയിലിട്ട് എന്നെ രക്ഷിക്കണേ കർത്താവ് എന്ന് പറഞ്ഞപ്പോഴാണ് ജോസഫ് മനക്കലച്ചനെ കർത്താവ് പരിചയപ്പെടുത്തുന്നത്. പനക്കലച്ചനല്ല, മനക്കലച്ചൻ. അങ്ങനെയാണ് ഞാനിന്ന് ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയിൽ ഞാൻ വരുന്നത്. ജോഷുവ ജനറേഷൻ കൂട്ടായ്മ, രാജേഷ് മാത്യു. ഞാൻ കോൺസ്റ്റന്റ് ചർച്ചിലെ ഒരു അംഗമായി കർത്താവിൻ്റെ വേല ചെയ്യുന്നു. KP യോഹന്നാനിൽ നിന്ന് മാറി ഇപ്പോൾ ഞാൻ ഈ വിശുദ്ധ കൂട്ടായ്മയുടെ കൂടെയാണ്. സ്തോത്രം. അവനിൽ വേരൂ. ഏത് കൂട്ടായ്മയായാലും ഡ്യൂപ്ലിക്കേറ്റ് ആകരുത്. അടിച്ചു മാറ്റി ദുരുപദേശം പഠിപ്പിക്കുന്നവരുടെ കൂടെ നിൽക്കരുത്. പ്യുവർ വേർഡ്, അടിസ്ഥാന ഉപദേശം, വിശുദ്ധ ജീവിതം, പ്രാർത്ഥനയും ആത്മനിറവിൽ, ഹല്ലേലൂയ, അന്യോന്യം പാരവെക്കാതെ ആത്മാർത്ഥയോടെ ചിരിക്കണം. ചിലരൊക്കെ ചിരിച്ചിട്ട് എത്ര വർഷമായെന്ന് പറയാം, ഫ്രീസറിൻ്റെ അകത്ത് കയറിയിരിക്കുകയാണ്. എൻ്റെ മകനെ മകളെ ഒന്ന് ചിരിക്കും, നിൻ്റെ മുഖത്ത് ഇച്ചിരി നീരോട്ടം ഉണ്ടാകട്ടെ. സ്തോത്രം. ദൈവത്തിൻ്റെ വചനം പറയുന്നത് റിജോയ്സ് ഓൾവേസ് ഇൻ ദ ലോർഡ്. അത് എങ്ങനെ പറയും? റിജോയ്സ് ഓൾവേസ് ഇൻ ദ ലോർഡ്. ഐ സേ അഗൈൻ റിജോയ്സ് ഇൻ ദ അതെങ്ങനെ പറയാൻ പറ്റും? സ്തോത്രം. കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുകയാണ്. സ്തോത്രം. ബൈബിളിൽ ഏറ്റവും ചെറിയ വാക്യമാണ് പറയപ്പെടുന്നത് ജീസസ് വെപ്റ്റ്. യേശു കരഞ്ഞു എന്ന്. യേശു കരഞ്ഞെങ്കിൽ യേശു ചിരിച്ചു കാണത്തില്ലേ? വൈ? ബിക്കോസ് യേശു പക്കാ ദൈവമായിരുന്നു, പക്കാ മനുഷ്യനുമായിരുന്നു. വെൻ ഹി വാസ് ഓൺ എർത്ത് യേശു ചിരിച്ചിട്ടുണ്ട്. കരഞ്ഞിട്ടുണ്ടെങ്കിൽ യേശു ചിരിച്ചു കാണും. എപ്പോഴാണ് യേശു ചിരിച്ചെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇടയ്ക്ക് ഇങ്ങനെ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. കുട്ടികളെ ആശീർവദിക്കാൻ, അനുഗ്രഹിക്കാനായിട്ട് കുട്ടികളെ കർത്താവിൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ പത്രോസച്ചൻ ഇടയ്ക്ക് ഇതിനെയൊക്കെ മാറ്റാൻ കൊണ്ടു മാറിയില്ല അല്ലേ? യേശു പറഞ്ഞു തന്നു, പീറ്റർ, അവർ തടയരുത്, ലെറ്റ് ദം കം ടു മീ. സ്വർഗരാജ് ഇവരെ പോലുള്ളവർക്ക്. കർത്താവ് അത് പറഞ്ഞ് കുഞ്ഞുങ്ങളെ കയ്യിലെടുത്തെന്നാണ് പറഞ്ഞത് അല്ലേ? കയ്യിലെടുത്തവരെ ആശീർവദിച്ചെന്നാണ് പറയുന്നത്. അപ്പം സാധാരണ കുഞ്ഞുങ്ങൾ കയ്യിലെടുക്കുമ്പം നമ്മളൊക്കെ കുഞ്ഞുങ്ങളുള്ളവരാണല്ലോ അല്ലേ? അത് വീരപ്പനായ അപ്പൻ കുഞ്ഞിനൊക്കെ പേരെന്താണോ, ഞാൻ നിൻ്റെ അപ്പനാണ് ആണോ? അങ്ങനെയാണോ കുഞ്ഞുങ്ങൾ? ചക്ക 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 കള്ള ഇങ്ങനെ ആരെയും കർത്താവ് സംസാരിച്ചിട്ടുള്ളത്? ഞാൻ യേശുവാണ്, മോൻ്റെ പേരെന്താണ് എന്നൊന്നല്ല. കർത്താവ് ചിരിച്ചുകൊണ്ടോ കുഞ്ഞുങ്ങളോട് സംസാരിച്ച് കാണുള്ളൂ ഇല്ലേ? തീർച്ചയായിട്ടും. ചിലർക്കൊക്കെ ഇങ്ങനെ ആത്മാവ് കയറിക്കഴിഞ്ഞാൽ ഒന്ന് ചിരിക്കാൻ പോലും ചിലർക്ക് സമയമില്ല. ചിലരുടെയൊക്കെ വിചാരം ചിരിച്ചു കഴിഞ്ഞാൽ എന്തോ സാധനം ഇങ്ങനെ ഇളകി പോകുന്ന. റിജോയ്സ് ഓൾവേസ് ഇൻ ദ ലോർഡ്. കർത്താവ്, വെൻ യു ആർ ഇൻ ദ പ്രസൻസ് ഓഫ് ദ ലോർഡ് യു വിൽ എൻജോയ് ദാറ്റ് പീസ് ഓഫ് മൈൻഡ്. കർത്താവിൽ വരും നീ. ഹല്ലേലൂയ. ആ മക്കളെ കാണുമ്പോഴുണ്ടല്ലോ ഒരു പ്രത്യേക സന്തോഷം. വി ആർ ഇൻ ക്രൈസ്റ്റ്.
അല്ല എല്ലാവരും കൂടി ഇടിച്ചു പൊളിച്ച് എങ്ങോട്ടായി പോണേ? ഈ സാറ്റലൈറ്റ് പോണ പോലെ അല്ലേ? ഒന്ന് പരസ്പരം നോക്കി ചിരിക്കാത്ത വെളുത്ത പിശാചുകളുണ്ട്. ഭയങ്കര ഭക്തരാണ്, കൈപോലും കൊടുക്കത്തില്ല. സ്തോത്രം. എവിടെയെങ്കിലും കൺവെൻഷൻ വെച്ചാൽ ആ കൺവെൻഷനിൽ പോലും സംബന്ധിക്കാത്ത പ്രത്യേക സോക്കോൾഡ് വിശുദ്ധരുണ്ട്, സഹകരിക്കില്ലേ? സ്തോത്രം. ഒരു പ്രത്യേക വല്ലാത്ത ഒരു മാനസികാവസ്ഥയിലൂടെ ഈ ആത്മീയ ഭ്രാന്തെന്ന് പറയും. ഹല്ലേലൂയ. ഒരു മനുഷ്യരെ ഒരുമാതിരി ഞരമ്പ് രോഗികളാക്കുന്ന രീതിയിൽ. ഹല്ലേലൂയ. ഇപ്പം നമ്മളൊക്കെ സ്കൂളുകളിൽ സൂംബ ഡാൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ? സ്തോത്രം. അതിനെ എതിർക്കുന്നവരുണ്ട്. ഇപ്പോൾ എതിർത്തവരെല്ലാം വാല് മടക്കി അതിൻ്റെ ആ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ആ ഒരു എക്സ്പ്ലനേഷനും കുഞ്ഞുങ്ങൾക്ക്, ഈ കാലഘട്ടത്തിലെ കുഞ്ഞുങ്ങൾക്ക് ആ ഒരു ഡാൻസ് ആവശ്യമാണ്. ഹല്ലേലൂയ. അത് ഭയങ്കര റിസൾട്ടാണ്. അതേപോലെ ആത്മീയകോളത്തിൽ ഇരിക്കുന്ന എല്ലാത്തിനെയും ഈ ഒരു സൂംബ ഡാൻസിന് കൊണ്ട് നിർത്തണം. ഒന്ന് കൈയും കാലുമൊക്കെ കൈയും കാലുമൊക്കെ അനക്കി ഹല്ലേലൂയ. ഇത് ഈ 10 കമ്പിയുള്ള വീണ ഈ വിരലുകളാണ് കേട്ടോ. എല്ലാ നമ്മുടെ ശരീരത്തിലെ സകല പോയിൻറ്റും വരുന്ന ഇവിടെയാണ്. ഈവൻ ഡോക്ടേഴ്സ് പോലും പറയുന്ന ശരിക്കും കൈയടിക്കണം. കൈയടിച്ച് കഴിഞ്ഞാൽ ഒരു നല്ലൊരു ശതമാനം രോഗവും മാറുമെന്നാണ്. ചിലർ കൈയടിക്കത്തില്ല, ഇങ്ങനെ കക്ഷത്തും കൈയിട്ട് കൈയും പൊക്കത്തില്ല. ഒരു അല്ലേലിയ പറയാൻ പറയാം, ഇങ്ങനെ ഒരുമാതിരി പാമ്പ് കടിച്ച പോലെ. ആ ഒരു ഫ്രീസറിൽ നിന്ന് ഇറങ്ങ് കർത്താവിൽ വേരുന്നുമ്പോഴാണ് ഈ സന്തോഷം വരുന്നത്. ഹല്ലേലൂയ. നീതിമാൻ്റെ കൂടാരത്തിൽ എന്തുണ്ടെന്നാ പറഞ്ഞേ? സന്തോഷവും ഉല്ലാസവും പൊട്ടിച്ചിരി അല്ലേ? അത് അത്യാവശ്യമാണ് നമുക്ക്. ഹല്ലേലൂയ. അപ്പോൾ യേശുവിൽ വസിക്കുക, യേശുവിൽ വസിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ ഒരു പ്രത്യേക ആനന്ദമാണ്. ഹല്ലേലൂയ. ആ കുടുംബം ഒരിക്കലും സർക്കസ് കൂടാരമായിരിക്കില്ല. സ്തോത്രം. അവിടെ അടിയില്ല, ഇടിയില്ല, ഒടിയില്ല. സ്തോത്രം. സ്ത്രീധനത്തിൻ്റെ പേരിൽ ഭാര്യയെ മൂലക്കിട്ട് ഇടിക്കുന്ന പരിപാടിയില്ലേ? സ്തോത്രം. സ്ത്രീധനത്തിൻ്റെ പേരിൽ ഇപ്പോഴും പിന്നെ വീട്ടിൽ മകൻ്റെ ഭാര്യയെ പീഡിപ്പിക്കുന്ന കുറേ അമ്മായിയമ്മമാരുണ്ട്. നീ എന്നാ കൊഞ്ചു കൊഞ്ഞതി എൻ്റെ മൂറ്റ മോൻ്റെ വാലക്കെച്ചാൻ കൊല്ലോ. എൻ്റെ പൊന്നമ്മച്ചി, നശിച്ചു പോകുന്ന ഈ ഒരു സ്വത്തിന് വേണ്ടിയാണോ കർത്താവ് രക്തം ചിന്തി രക്ഷിച്ച ഈ മകളുടെ അടുത്ത് നിങ്ങൾ ഈ വേഷം കാണിക്കണേ? കർത്താവിൽ വേരുന്നുമ്പോഴുണ്ടല്ലോ ഒരു പ്രത്യേക ആനന്ദമാണ്, ഒരു പ്രത്യേക സമാധാനമാണ്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ തൽക്കാലം ഞാൻ നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിർത്തേണ്ട സമയമായുള്ളൂ. സ്തോത്രം. എടുക്കപ്പെടുന്നവരുടെ ഉത്തരവാദിത്തത്തിൽ ഒരു 12 പോയിൻ്റാണ്. അതിൽ ഒരു പോയിൻ്റേ നമ്മൾ കണ്ടുള്ളൂ. എബൈഡ് ഇൻ ക്രൈസ്റ്റ്, യേശുവിൽ വസിക്കുക. സ്തോത്രം. ആ വചനം വായിച്ച് തീർക്കാം. അവനിൽ വേരൂന്നിയും ആത്മീയ വർധന പ്രാപിച്ച് നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞു വിരിപ്പിൻ. ഹല്ലേലൂയ. നമുക്കൊക്കെ ഒത്തിരി ബൈബിൾ സ്റ്റഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്തോത്രം. അതെല്ലാം നല്ലതാണ്. അതൊക്കെ നമ്മുടെ പക്ക വിശുദ്ധന് ആവശ്യമായിട്ടുള്ള നിത്യതയിലേക്ക് എടുക്കപ്പെടാൻ യോഗ്യതയുള്ള ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ പരിശുദ്ധാത്മാവും നമ്മളെ ട്രെയിൻ ചെയ്യാൻ പ്രൂണിങ് ആണ്. സ്തോത്രം. നമ്മൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങൾ കൊടുക്കാം. പരിശുദ്ധാത്മാവെ, അവിടുത്തെ വചനം പറയുന്നത് പോലെ അവിടുത്തെ വരവിൽ എടുക്കപ്പെടുവാൻ യോഗ്യമുള്ള ഒരു വിശുദ്ധനും വിശുദ്ധിയായി കൂട്ടായ്മയായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൽ വസിക്കുക. ഹൃദയത്തിലൊരു തീരുമാനമെടുക്കുക. സ്തോത്രം. ഞാൻ യേശുവിൽ മാത്രം വസിക്കും. ഹല്ലേലൂയ. അവനിൽ വേരൂന്നേ ആത്മസന്തോഷത്തോടെ അവിടുന്ന് എനിക്ക് തന്നിരിക്കുന്ന വിളി ഉറപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് ഞാൻ ഓടുമെന്ന് ഹൃദയത്തിൽ നിശ്ചയിക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനായ പിതാവേ, അവിടുന്ന് തന്ന
വിശുദ്ധ കൂട്ടായ്മയ്ക്കായി സ്തോത്രം. ഇന്ന് കർത്താവെ ഹല്ലേലൂയ കൂട്ടായ്മയിൽ സംബന്ധിക്കാനായി കടന്നു വന്ന എല്ലാ വിശുദ്ധരെയും അവരായിരിക്കുന്ന ഇടങ്ങളിൽ ആയിരിക്കുന്ന കുടുംബത്തിൽ ഞങ്ങളോട് അവിടുന്ന് വചനത്തോട് വചനത്തിലൂടെ സംസാരിച്ചതിനായി സ്തോത്രം കർത്താവെ. ദൈവദാസനെ കുടുംബത്തെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. നിൻ്റെ മക്കളൊരനുഗ്രഹമായി നിൻ്റെ മക്കളോട് അനുഗ്രഹം പ്രാപിക്കുവാൻ കൃപ ചെയ്യണം. തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ കർത്താവെ വ്യക്തമായി സ്പഷ്ടമായി വചനത്തിലൂടെ മക്കളോടൊന്ന് സംസാരിക്കാൻ പോകുന്നതിനായി സ്തോത്രം കർത്താവെ. ഈ രാത്രിയിൽ ഞങ്ങൾ സമാധാനത്തോടെ കിടന്നുറങ്ങും. അവിടുന്നല്ല അപ്പ ഞങ്ങളെ നിർഭയം വസിക്കുമാറാക്കുന്നത്. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാവുന്ന നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു ഫോർ കമ്മിങ്. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. സ്തോത്രം, സ്തോത്രം. കർത്താവ് ഒരുമിച്ച് കർത്താവ് നാമത്തെ ഉയർത്താം, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാം. അതെ, ഈ ദിവസങ്ങളിലും എല്ലാവരും കൈവിട്ടാൽ നമ്മുടെ കഴിയാത്ത ഒരു നല്ല സ്നേഹിതൻ, ഒരു നല്ല രക്ഷകൻ നമുക്കുണ്ട്, ഒരു വീണ്ടെടുപ്പുകാരൻ ഉള്ളതിനായിട്ട് നമുക്ക് ദൈവത്തെ ഒരുമിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാം. ആ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാം. വീടിന്റെ മുൻപിലെത്തും പാടിടും ജയഗീതമേ ഞാൻ പാടുകളേറ്റവനായി. കൂടുവിട്ടോടുവിൽ ഞാൻ വീടിന്റെ മുൻപിലെത്തും പാടിടും ജയഗീതമേ ഞാൻ പാടുകളേറ്റവനായി. സ്നേഹിതൻ അറ്റം തിരിഞ്ഞു നിന്ന് മുറ്റും ഇടക്കം നിന്നി തള്ളിടുമ്പോൾ, ഉത്തവ സ്നേഹിതർ അറ്റം തിരിഞ്ഞു നിന്ന് മുറ്റും ഇടക്കം നിന്നി തള്ളിടുമ്പോൾ, പറ്റിച്ചെന്നവൻ നിൽക്കുമേ ഒടുവിൽ പക്ഷത്ത് ചേർത്തിടുമേ. ഒരുമിച്ച് പാടാം. പറ്റിച്ചെന്നവൻ നിൽക്കുമേ ഒടുവിൽ പക്ഷത്ത് ചേർത്തിടുമേ. പറ്റിച്ചെന്നവൻ നിൽക്കുമേ ഒടുവിൽ പക്ഷത്ത് ചേർത്തിടുമേ. കൂടുവിട്ടൊടുവിൽ ഞാൻ നാട്ടിൽ വീടിന്റെ മുൻപിലെത്തും. വിശ്വാസത്തോടെ, പ്രത്യാശയോടെ പാടിടും ജയഗീതമേ ഞാൻ പാടുകളേറ്റവനായി. ലോകമെനിക്കു വേണ്ട, ലോകത്തിനിമ്പം വേണ്ട, പോകേണമേശുവിൻ പാദനോക്കി. ലോകമെനിക്കു വേണ്ട, ലോകത്തിനിമ്പം വേണ്ട, പോകേണമേശുവിൻ പാദനോക്കി. ഏകുന്നു സമസ്തവും ഞാൻ എൻ്റെ ഏകനാഥനെ നിനക്കായി. ഒരുമിച്ച് പാടാം. ഏകുന്നു സമസ്തവും ഞാൻ എൻ്റെ ഏകനാഥനെ നിനക്കായി. ഏകുന്നു സമസ്തവും ഞാൻ എൻ്റെ ഏകനാഥനെ നിനക്കായി. കൂടുവിട്ടൊടുവിൽ ഞാൻ നാട്ടിൽ വീടിന്റെ മുൻപിൽ വിശ്വാസത്തോടെ പാടിടും ജയഗീതമേ ഞാൻ പാടുകളേറ്റവനായി. പാപം ജഗമാകും പ്രാകൃതമെല്ലാം മാറും, പ്രാണപ്രിയനോടൊത്തു കൂടിയിടുമ്പോൾ. പ്രാകൃതമെല്ലാം മാറും, പ്രാണപ്രിയനോടൊത്തു കൂടിയിടുമ്പോൾ. പ്രാപിക്കും രൂപാന്തരം, പ്രാകൽക്കലൊക്കെ പറക്കും നാമെന്ന് പ്രാപിക്കും രൂപാന്തരം. പ്രാകൽക്കലൊക്കെ പറക്കും നാമെന്ന് പ്രാപിക്കും രൂപാന്തരം. കൂടുവിട്ടൊടുവിൽ ഞാൻ നാട്ടിൽ വീടിന്റെ മുൻപിലെത്തും. പാടിടും ജയഗീതമേ ഞാൻ പാടുകളേറ്റവനായി. കൂടുവിട്ടൊടുവിൽ ഞാൻ നാട്ടിൽ വീടിന്റെ മുൻപിലെത്തും. വിശ്വാസത്തോടെ, പ്രത്യാശയോടെ ജയഗീതമേ ഞാൻ പാടുകളേറ്റവനായി. പാടിടും ജയഗീതമേ ഞാൻ പാടിടും ജയഗീതമേ ഞാൻ പാടുകളേറ്റവനായി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഇന്ന് നമുക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. സ്തോത്രം. ആ ഗുഡ് ന്യൂസ് മറ്റൊന്നുമല്ല, കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. ആ ഗുഡ് ന്യൂസ് സന്തോഷമുള്ള ദൈവമക്കൾ ഇതിനകത്ത് കരം കൊയ്യാത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏറ്റവും വലിയ പ്രത്യാശ കർത്താവിൻ്റെ വരവ് കേട്ടോ. ആരെല്ലാം വന്നാലും ആരും വന്നില്ലെങ്കിലും കർത്താവ് വന്നിരിക്കും. സ്തോത്രം. അതിനുവേണ്ടി കാത്തിരിക്കുന്നവർ കർത്താവിൻ്റെ കൂടെ പോകും. ഒരുങ്ങുന്നവരാണ് കർത്താവിൻ്റെ കൂടെ പോകുന്നത്. അതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹം, പുത്രനാം യേശു ക്രിസ്തുവിൻ്റെ കൃപ, ആശ്വസിപ്പിച്ചമായി വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും എല്ലാവരും കൂടെ കർത്താവിന് വരവിലേക്കും ഇരിക്കുമാറാകട്ടെ. ക്രിസ്തു യേശു മുഖാന്തരം നമ്മെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വരമേ, മാരനാഥ. കർത്താവിൻ്റെ സമാധാനം നമ്മുടെ എല്ലാവരും കൂടെ ഇരിക്കുമാറാകട്ടെ. ശാലോം. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.